പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ. തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. അഖില ഗുരോ ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരീ വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ജയ ശ്രീ രാധേശ്യാം. ഗുരുവരക്തേ ത്യക്തരാജ്യേ വ്യജരതനുവനം പത്മപദ്ഭ്യാം പ്രിയായാം പാണിസ്പർശക്ഷമാഭ്യാം മൃജിതമരുജോ യോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാ ശൂർപ്പണാഭ്യാ പ്രിയവിരഹരുഷാരോപിതഭ്രൂ വിജൃംഭ ത്രസ്താബ്ധിബദ്ധസേതു ഗലദവദഹന കോസലേന്ദ്രോവദാന്ന. ശ്രീമദ് ഭാഗവതത്തില് രാമായണത്തെ ഒരു ശ്ലോകം കൊണ്ട് ചുരുക്കി വിസ്തരിക്കുകയാണ്. ഗുരുവരക്തരാജ്യോ, ചെയ്യേണ്ടതായിട്ടുള്ള ബാല്യകാലത്തെ കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം രാജാവാവാനാണ് യോഗം. കാരണം ഒരു രാജാവിൻ്റെ മൂത്ത മകൻ അടുത്ത രാജാവാകുക എന്നുള്ളതാണ് നിയമം. പക്ഷേ ത്യക്തരാജ്യോ, രാജ്യത്തെ ഭരണം ഏൽക്കുന്നതിന് മുമ്പ് ആ രാജ്യത്തെ ത്യജിക്കേണ്ടി വന്നു. കൂടെ ആരൊക്കെയാണ് പോയത്? ഭാര്യയെ കൊണ്ടുപോകേണ്ടി വന്നു. രാജ്യം ഉപേക്ഷിച്ച് പോണ സമയത്ത് അനിയനെ കൊണ്ടുപോകേണ്ടി വന്നു. അനിയൻ എനിക്ക് ഏട്ടനില്ലാണ്ടൊന്നും നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കൂടെ വരിക ഉണ്ടായത്. ഭാര്യയാണെങ്കിൽ ചോദിക്കുക, ഭർത്താവിനെ പിന്തുടരുക എന്നുള്ളതല്ലേ ഭാര്യയുടെ ധർമ്മം. പിന്നെ രാമായണത്തിൽ മുൻകൂട്ടി വാൽമീകി മഹർഷി ഭാവി കണ്ട് എഴുതിയതാണ് രാമായണം. ആ രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് സീതയെ കൊണ്ടാണ് കാട്ടിലേക്ക് പോയത്. ഞാൻ കാട്ടിൽ പോയിട്ട് വരാം, 14 കൊല്ലം കഴിഞ്ഞ് കാണാമെന്ന് സീതാദേവിയോട് പറയുമ്പോൾ സീത ചോദിക്കുക, ഏത് രാമായണത്തിലാണ് സീതയെ കൊണ്ടുപോകാണ്ട് പോയിട്ടുള്ളത്? രാമായണങ്ങൾ കുറെ ഞാനും കേട്ടിട്ടുണ്ട്. സീതാദേവി രാമായണങ്ങൾ കുറെ കേട്ടിട്ടുണ്ട്. രാമായണം ഭാവി കണ്ട് എഴുതിയതാണ്. മഹാഭാരതം അങ്ങനെയല്ല. മഹാഭാരതം നടന്നതിന് ശേഷം എഴുതിയതാണ്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതിയതാണ് മഹാഭാരതം. വേദവ്യാസ മഹർഷി തൻ്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങളാണ് മഹാഭാരതത്തിൽ എഴുതിയത് വെച്ചാൽ, വാൽമീകി മഹർഷി ഭാവി കണ്ട് എഴുതിയതാണ് രാമായണം. രാമാവതാരത്തിന് മുമ്പ് തന്നെ രാമന്റെ നാമത്തിന്റെ മഹത്വം കേട്ട് രാമനാമം ജപിച്ച് കാട്ടാളഭാവത്തിൽ നിന്നും മഹർഷി ഭാവത്തിലേക്ക് വന്നയാളാണ് വാൽമീകി. അദ്ദേഹത്തിന് ഭാവി കണ്ട് എഴുതാൻ സാധിച്ചു. നടക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ന രീതിയിലൊക്കെ നടക്കും, രാമാവതാരം ഉണ്ടാവും എന്ന് എഴുതി വച്ചിരിക്കുക. കാലചക്രമാണ്, കാലം കറങ്ങിക്കൊണ്ടിരിക്കും. വന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കും. നമ്മൾ തന്നെ ഓരോ ദിവസവും രാവിലെ ആയി കഴിഞ്ഞാൽ എണീക്കുക, പല്ല് തേക്കുക, കുളിക്കുക, ഭക്ഷണം കഴിക്കുക, എന്താ ജോലി ചെയ്താൽ അത് നോക്കുക. അതിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നല്ലാണ്ട് ഏതാണ്ട് നോക്കിയാൽ എല്ലാം ഒരുപോലെയാണ്. ഓരോ ദിവസവും രാവിലെ കാപ്പിക്ക് പലഹാരം ഉണ്ടാക്കുന്നത് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. ചായയോ കാപ്പിയോ ഏതാ ശീലിച്ചാൽ അത് തന്നെയാണ് കുടിക്കുക, അതിന് മാറ്റമൊന്നുമില്ല. എനിക്ക് കാപ്പിയാണ് പതിവ് എന്നുണ്ടെങ്കിൽ ചായ വേണ്ട കാപ്പി കിട്ടുമോ എന്ന് അന്വേഷിക്കും, അതിൽ മാറ്റമൊന്നുമില്ല. എന്ന് വിചാരിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ക്രമമൊന്നും മാറ്റിയിട്ടുണ്ടോ? രാവിലെ 8 മണിക്ക് ഊണ് കഴിക്കുക, ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഡ്ഡലി സാമ്പാറും കഴിക്കുക, 4 മണിക്ക് ചപ്പാത്തി കഴിക്കുക, രാത്രി ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ച് കിടന്നുറങ്ങുക. അങ്ങനെ ആരെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? കുറേ കാലമായി ഒരുപോലെ. ഇനി ഒരു മാറ്റം വരുത്തുക. ഇനിയുള്ള അടുത്ത ഒരു കൊല്ലം 8 മണിക്ക് രാവിലെ 8:30 ഊണ് കഴിക്കുക. നാളെ മുതലാക്കുമെന്നാല് അന്നദാനം രാവിലെ ആക്കാൻ പറയാം. 8 മണിക്ക് ഊണ് കൊടുക്കുക.
ഉച്ചയ്ക്ക് ഉപ്മാവും കാപ്പിയോ അല്ലെങ്കിൽ ദോശ ഇഡ്ഡലി എന്താ വെച്ചാൽ ഉച്ചയ്ക്ക്, അല്ലെങ്കിൽ പുട്ടും കടല ആയിക്കോട്ടെ ഉച്ചയ്ക്ക്, അല്ലേ? എങ്ങനെ ഒരു മാറ്റം ആരെങ്കിലും വരുത്തിയതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്താ അത് ആവർത്തനം തന്നെയാണ്, അല്ലേ? വിഭവങ്ങൾ മാറി വന്നു വരും. ഒരു ദിവസം സാമ്പാറാണെങ്കിൽ ഒരു ദിവസം എരിശ്ശേരിയാവും, അടുത്ത ദിവസം മോര് കൂട്ടാനാവുന്നേ ഉള്ളൂ. പക്ഷേ ചോറ് എന്നുള്ളത് മാറ്റം വരുത്തിയിട്ടില്ല. അത് കാലചക്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുക എല്ലാ ദിവസവും. നാളെ മുതൽ രാവിലെ ആണ് കിടന്നുറങ്ങുക, വൈകുന്നേരം ഒരു 6 മണിക്ക് എണീറ്റ് പല്ല് തേച്ച് കുളിച്ച് ജോലിക്ക് പോവുക. അങ്ങനെ ആരെങ്കിലും മാറ്റപ്പെടുത്തിയിട്ടുണ്ടോ? അതൊന്നുമില്ല, അല്ലേ? നിത്യേന കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മാറ്റം. എന്നിട്ട് നമുക്ക് മടുപ്പ് വന്നിട്ടില്ല, അല്ലേ? എല്ലാ ദിവസവും രാവിലെ ചായ കുടിച്ച് മടുത്തു. ഇനി ഒരാഴ്ചക്ക് ചായ വേണ്ട, രാവിലെ ചുക്കുവെള്ളം മതി എന്നാരെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടോ? ഇല്ല. ചായ കിട്ടിയില്ലെങ്കിൽ ഒരു അസ്വസ്ഥതയാണ് സമയത്ത്. ചിലക്ക് പല്ലിയേക്കിന് മുമ്പ് തന്നെ വേണം, അല്ലേ? അങ്ങേയറ്റം അധപ്പതിച്ചവരാണ് അത്രേ പല്ലിയേക്കിന് മുമ്പ് ചായ കുടിക്കുന്നവർ. അവരെ കണ്ടാൽ കുടിക്കണം, അത്ര അധപ്പതിച്ചവരാണ്. ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും മാറ്റം വരുത്തിക്കോട്ടെ. രാമായണവും മഹാഭാരതമൊക്കെ എന്തിനു വേണ്ടിയിട്ടാ വെച്ചാൽ, കഥകൾ കേൾക്കണത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അയ്യോ ഇത്ര മോശമായിട്ടുള്ള കാര്യമാണോ ഞാൻ ചെയ്യണത് എന്ന് ചിന്തിച്ച് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ്. മാറ്റങ്ങൾ വേണം. ഇപ്പൊ ഇന്നലെ ഇട്ട അതേ ഡ്രസ്സ് തന്നെ ഇന്ന് ഇടുക ഇല്ല. കാരണം അത് ഇന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഇടും. അല്ലെങ്കിൽ കാണുന്നവർ ചോദിക്കും, നിങ്ങൾക്ക് എപ്പോഴും ഒരൊറ്റ ഡ്രസ്സ് തന്നെ ഉള്ളൂ എന്ന് ചോദിക്കൂലേ? ചില ആളുകൾ ഉണ്ട്, അല്ലേ? ഇപ്പോൾ ചില വിധവകൾ ചില നാട്ടിലുണ്ട്, അവർ വെള്ളവസ്ത്രം മാത്രമേ ധരിക്കുള്ളൂ. അവരങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയിട്ടാണ് അത് വെള്ളവസ്ത്രം മാത്രം, അല്ലേ? കേരളത്തിലൊന്നും അങ്ങനെയില്ല. ചില ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലേക്കൊക്കെ ഉണ്ട്, അത് വെള്ളവസ്ത്രം മാത്രമേ ധരിക്കുകയുള്ളൂ. അവരെ കണ്ടാൽ അങ്ങനെ ചിന്തിക്കും. അത് അവിടുത്തെ ഒരു ആചാരം, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ട്. അല്ലാണ്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന മാറ്റം വരുത്തണം. നീ കുറച്ച് മാറ്റിക്കോളൂ. രാവിലെ ഊണ് കഴിക്കുകയും ഉച്ചയ്ക്ക് ഇഡലി കഴിക്കുകയൊക്കെ ആയിട്ട് മാറ്റം വരുത്താൻ നോക്കൂ. അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടാവുമോ? നമുക്ക് ചെയ്തു നോക്കിയാലേ അറിയുള്ളൂ. കുഴപ്പമൊന്നുമില്ല. ഇവിടെ പറഞ്ഞു വന്നത് നമ്മുടെ ദിനചര്യകളിൽ മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ മാറ്റമില്ല. എന്നാൽ ചില കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കണമുണ്ട്. ഇതുപോലെയാണ് ഓരോ കാലത്തും രാമായണങ്ങൾ അനവധിയുണ്ട്. അനവധി രാമായണങ്ങൾ പല പല കാലങ്ങളിലായിട്ട് രചിച്ചത്. ഇതിനൊക്കെ അടിസ്ഥാനം വാൽമീകി എഴുതിയ വാൽമീകി രാമായണമാണ്. വാൽമീകി രാമായണത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് മറ്റ് രാമായണങ്ങളൊക്കെ ഉള്ളത്. പ്രമാണം ആയിട്ടുള്ളതും സത്യമായിട്ടുള്ളതും ഒരു മാറ്റവുമില്ലാത്തതും വാൽമീകി രാമായണമാണ്. അതിൽ നിന്നും ഓരോരുത്തർ രാമൻ്റെ കഥയെ അവരുടെ ശൈലി കൂടി ചേർത്തിട്ട് ചുരുക്കി എഴുതി. വാൽമീകി എഴുതിയ രാമായണത്തിൽ നിന്നും ചുരുക്കാനല്ലാണ്ട് അതിനേക്കാൾ വലുതാക്കി എഴുതാൻ ആരെക്കൊണ്ടും പറ്റിയിട്ടില്ല. വാൽമീകി മഹർഷി എഴുതിയ രാമായണം 24,000 ശ്ലോകങ്ങളുണ്ട്. അത്രയും 24,000 ശ്ലോകങ്ങളുമായിട്ട് വേറൊരു രാമായണം എഴുതിയിട്ടില്ല. വേദവ്യാസര് ബ്രഹ്മാണ്ഡ പുരാണത്തില് രാമായണത്തെ ചേർത്തിട്ടുണ്ട്. അത് 4,000 ശ്ലോകങ്ങളാണ്. നമുക്ക് 24,000 അങ്ങോട്ട് 4,000 ആക്കിയിട്ട് ചുരുക്കി. കാരണം അതിൽ ബ്രഹ്മാണ്ഡ പുരാണത്തിൽ വേറെ കുറെ കഥകളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു 4,000 ശ്ലോകമായിട്ട് രാമായണം എഴുതി. ആ രാമായണമാണ് അധ്യാത്മ രാമായണം, ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഭാഗം. ആ അധ്യാത്മ രാമായണത്തെയാണ് എഴുത്തച്ഛൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള നമ്മളിവിടെ വായിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാത്മ രാമായണം. അധ്യാത്മ രാമായണം എഴുതിയത് വേദവ്യാസനാണ്. അത് കിളിപ്പാട്ട് രൂപത്തിൽ മലയാളത്തിലേക്ക് എഴുതിയതാണ് എഴുത്തച്ഛൻ. കമ്പർ എഴുതിയിട്ടുണ്ട് കമ്പരാമായണം. അതും 24,000 ശ്ലോകമൊന്നുമില്ല. തുളസീദാസ് എഴുതിയിട്ടുണ്ട് രാമചരിതമാനസം. മറ്റ് അനവധി രാമായണങ്ങൾ, ആനന്ദരാമായണം, അത്ഭുതരാമായണം, യോഗവാസിഷ്ടം എന്നൊക്കെ പറഞ്ഞ അനവധി രാമായണങ്ങളുണ്ട്, അല്ലേ? ഒറ്റ ശ്ലോകം കൊണ്ട് രാമായണം മുഴുവൻ പറഞ്ഞു തീർക്കാറില്ലേ? ഭാഗവതത്തില് 2 അധ്യായമായിട്ടാണ് രാമായണം പറഞ്ഞിട്ടുള്ളത്. നവമസ്കന്ധത്തില് 10ഉം 11ഉം അധ്യായങ്ങളിലായിട്ട്. അതിലുള്ള ശ്ലോകമാണ് ഗുരുവർത്തെ തെക്തരാജ്യോ വിതരതിരുവനം പത്മവഭ്യാം പ്രിയായാം പാണിസ്പർശ അക്ഷമാഭ്യാം മൃജിതപദുര്യോയോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യ ശൂർപ്പണാഖ്യാം പ്രിയവിരഹരുഷ ആരോപിത ഗുരുവിജൃംഭ ത്രസ്താബ്ധി ബദ്ധസേതു ഗരദവദഹന കോസലേന്ദ്രോവദന്ന. ചെറുപ്പകാലത്ത് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് ആ രാജ്യത്തെ ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയി.
അവിടെ ശ്രീരാമന്റെ പാദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സീതാദേവി ഇടയ്ക്ക് തലോടി കൊടുക്കൂത്രേ ആ ശ്രീരാമന്റെ പാദങ്ങൾ. അപ്പോൾ പതുക്കെ തലോടു, വേദനിക്കണമെന്ന് പറയും. അത്ര മൃദുവാണ് ശ്രീരാമന്റെ പാദങ്ങൾ. അങ്ങനെ മൃദുവായിട്ടുള്ള പാദങ്ങളുമായിട്ട് കാട്ടിൽ നടക്കുകയായിരുന്നു ശ്രീരാമചന്ദ്രൻ. ആ സമയത്ത് മെതിയടിയും കൊണ്ടാണ് പോയത്. പക്ഷേ മെതിയടി ആര് വാങ്ങിക്കൊണ്ടുപോയി? പൂജിക്കണം എന്ന് പറഞ്ഞ ഭരതൻ വാങ്ങിക്കൊണ്ടുപോയി. അപ്പൊ ചിത്രകൂടത്തിൽ നിന്നും തുടർന്നുള്ള യാത്ര ചെരുപ്പില്ലാണ്ട്, മെതിയടി ഇല്ലാണ്ടാണ്. മൃദുവായ പാദങ്ങളുമായിട്ട് കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കല്ലും മുള്ളും തട്ടാണ്ട് ആ ശ്രീരാമന്റെ പാദത്തെ സംരക്ഷിച്ചത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ മൃജിതപതിരുജോയോ ഹരീന്ദ്രാനുജാഭ്യാം, ഹരീന്ദ്രനും അനുജനും. ഹരീന്ദ്രൻ എന്ന് പറഞ്ഞാൽ വാനരശ്രേഷ്ഠൻ. ഹരി എന്ന വാക്കിന് കുരങ്ങൻ എന്ന അർത്ഥമുണ്ട്. ആ പേരുള്ളവരൊന്നും വീട് കുരങ്ങാൻ വിളിക്കണ്ട കേട്ടോ. ഹരി എന്ന വാക്കിന് കുരങ്ങൻ എന്ന അർത്ഥമുണ്ട്. സുന്ദരൻ എന്ന വാക്കിന് കുരങ്ങൻ എന്ന അർത്ഥമുണ്ട്. കുരങ്ങൻ എന്നുള്ളതിന്റെ പര്യായങ്ങളൊക്കെയാണ് വാനരൻ, മറക്കടൻ, ഹരി, സുന്ദരൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട്. ഹരി എന്ന വാക്കിന് സിംഹം എന്ന അർത്ഥമുണ്ട്. ഇനി അങ്ങനെ ദേഷ്യമൊന്നും വിളിക്കുകയാണെങ്കിൽ സിംഹം എന്ന് പോയി വിളിച്ചോളൂ. ഹരി എന്ന് പേരുള്ളവരെ, കാട്ടിലെ രാജാവല്ലേ. ഹരീന്ദ്രൻ വാനരശ്രേഷ്ഠനായിട്ടുള്ള ഹനുമാൻ സ്വാമിയും അനുജനായ ലക്ഷ്മണനും കൂടി വൃത്തിയാക്കിയ വഴിയിലൂടെയാണ് അത്ര ശ്രീരാമചന്ദ്രൻ നടന്നത്. അങ്ങനെയുള്ള യാത്രയിലാണ് ശൂർപ്പണഖയുടെ വൈരൂപ്യം ഉണ്ടായത്. പിന്നെ അതിന്റെ പിന്നാലെ സീതാദേവിയുടെ തന്റെ പ്രിയ വിരഹരുഷ, തന്റെ പ്രിയപ്പെട്ടവളുടെ വിരഹം വേണ്ടി വന്നു. അവിടുന്ന് പിന്നെ എന്തുണ്ടായി? മലയാളത്തിലേക്ക് ആക്കുമ്പോഴേക്കും ബാലി നിഗ്രഹണം, ജടായു മരണം, സുഗ്രീവ സമ്പാദനം എന്ന് പറയണു. അവിടെ ബാലിയെ നിഗ്രഹിക്കണു, സുഗ്രീവനുമായിട്ടുള്ള സംഭാഷണം ഉണ്ടാകണു. അതിന്റെ പശ്ചാത്തലത്തിൽ ബദ്ധസേതു ഗലതവദഹന കോസലേന്ദ്രോവദാന്ന രാമസേതു നിർമ്മിച്ച് ആ രാമസേതുവിലൂടെ നടന്നുപോയി രാവണൻ തുടങ്ങിയതായ രാക്ഷസന്മാരെയൊക്കെ നിഗ്രഹിച്ച് ലോകത്തെ സമാധാനത്തിലേക്ക് നയിച്ച ശ്രീരാമചന്ദ്രനെ കോസലേന്ദ്രോവദാന്ന, കോസലേന്ദ്രനെ നമസ്കരിക്കണോ എന്നാ പറഞ്ഞത്. ആ ശ്രീരാമചന്ദ്രനെ നമസ്കരിച്ചുകൊണ്ട് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹനുമാൻ സ്വാമിയുടെ സമുദ്ര ലംഘനമാണ്. രാമനാമം ജപിക്കുന്നവർക്ക് യാതൊന്നും അസാധ്യമായിട്ടില്ല. അവർക്ക് രാമനാമം ജപിച്ചുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ ഇടയിലുണ്ടാവുന്ന തടസ്സങ്ങളൊക്കെ നിഷ്പ്രയാസം തരണം ചെയ്യാൻ സാധിക്കും എന്ന് കാണിച്ചു തന്ന ഹനുമാൻ സ്വാമിയുടെ ഭക്തി, ഹനുമാൻ സ്വാമി പറഞ്ഞു തരുമല്ല ഉണ്ടായത്. ഹനുമാൻ ആരെയും പോയിട്ട് ഉപദേശിച്ചിട്ടില്ല. ഹനുമാൻ സ്വാമി സ്വയം ആചരിച്ച് കാണിച്ചു തരുന്നത്. ആചരിച്ച് കാണിച്ചു തരുന്നവനെയാണ് ആചാര്യൻ എന്ന് പറയുക. പ്രഭാഷണത്തിലൂടെ പറഞ്ഞു തരുന്നവനെ പ്രഭാഷകൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ. ആചാര്യൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ആള് പറഞ്ഞോളണമെന്നില്ല. ഇനി പറയുന്നുണ്ടെങ്കിൽ തന്നെ എന്ത് വേണം? ജീവിതത്തിലൂടെ ആചരിച്ച് കാണിച്ചു തരണം. ആചരിച്ച് കാണിച്ചു തരിക. ഞാനിങ്ങനെ ആചരിക്കുന്നത് കണ്ടില്ലേ, ഇതുപോലെ ആചരിച്ചാൽ നിങ്ങൾക്കും ശ്രേയസ് ഉണ്ടാകുമെന്ന് ആചരിച്ച് കാണിച്ചു തരുന്നവര്. ഹനുമാൻ സ്വാമി നാമത്തിന്റെ മഹത്വം കാണിച്ചു തന്ന കേമനായിട്ടുള്ള ആചാര്യനാണ്. ഒരു തടസ്സവും അവിടെ ഉണ്ടായിട്ടില്ല. ശിവന്റെ തന്നെ അംശമാണ് ഹനുമാൻ സ്വാമി എന്ന് പറയുകയുണ്ടായി. ശിവൻ തന്നെയാണ് ഭക്തന്റെ മഹത്വം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടുള്ളത്. മുമ്പ് അംബരീഷനെ ഉദാഹരണമാക്കിയും കൊണ്ട് ദുർവാസാവ് മഹർഷി വന്നത്. ദുർവാസ ശങ്കരാംശേണ, ദുർവാസാവ് മഹർഷി ശങ്കരന്റെ അംശമാണ്. അതുകൊണ്ടാണ് അംബരീഷനെ ഒന്ന് വിഷമിപ്പിച്ചിട്ട് ആ സുദർശനാക്രത്തിന്റെ മുമ്പിൽ ഓടിയത്. 3 ലോകത്ത് ചെന്നിട്ടും രക്ഷ കിട്ടാണ്ട് അംബരീഷന്റെ കാലുകൾ തന്നെ വന്ന് നമസ്കരിക്കേണ്ടി വന്നത്. അവിടെ കാണിച്ചു തരുന്നത് നാമം ജപിക്കുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ, ഈശ്വര ആരാധന ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ വൈകുണ്ഠത്തിൽ ചെന്നാൽ പോലും സമാധാനം കിട്ടില്ല. ഒരു സമാധാനവും കിട്ടില്ല. ഈശ്വരനെ ആരാധിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ, ഭഗവാന് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഭക്തന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഭഗവാൻ ക്ഷമിക്കില്ല. ദുർവാസാവ് കാണിച്ചു തരികയാണ്. അദ്ദേഹം ഭക്തന്റെ മഹത്വം അറിയാത്ത ആളൊന്നുമല്ല. പക്ഷേ ഒരു ഭക്തന്റെ മഹത്വം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ, നാളെ ആരും നാമം ജപിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കരുത്, ഈശ്വരാരാധനയ്ക്ക് തടസ്സം നിൽക്കരുത്, ഈശ്വരാരാധനയ്ക്ക് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാക്കിയാൽ മതി, അവർക്ക് ആ ജന്മം സമാധാനം എന്ന് പറഞ്ഞത് ഉണ്ടാവില്ല.
സമാധാനം, ഐശ്വര്യം അത് ഈശ്വര ആരാധന കൊണ്ടാണ്. ഈ സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസമാധാനം ഇല്ല എന്ന് പലരും പറയാറുണ്ട്. മനസ്സിനെ സമമായിട്ട് ആധാനം ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും മനസ്സ് ഒരേപോലെ ആക്കുക. സമ്പത്ത് വന്നാലും സമ്പത്ത് നഷ്ടപ്പെട്ടാലും മനസ്സിനെ ഒരുപോലെ ആക്കാൻ സാധിക്കുക. ആരെങ്കിലും ഒരു 100 രൂപ അത് കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നാലും എവിടെയെങ്കിലും അപ്രതീക്ഷിതമായിട്ട് ഒരു 100 രൂപ നഷ്ടപ്പെട്ടാലും രണ്ടും ഒരുപോലെ കാണാൻ പറ്റണം. എനിക്ക് അർഹതയുള്ള സമയത്ത് എൻ്റെ കയ്യിൽ കിട്ടും, എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടേണ്ട സമയത്ത് നഷ്ടപ്പെടും എന്ന് ചിന്തിക്കാൻ സാധിച്ചാൽ മതി. ഇത് ചിന്തിക്കാൻ പാകത്തിന് മനസ്സിനെ പാകപ്പെടുത്തുകയാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ. രോഗം വരുമ്പോൾ ആ രോഗത്തിന് ചികിത്സ കൊടുക്കാനാണ് ഡോക്ടർമാർ. അവർ പറഞ്ഞു തരുന്ന മരുന്ന് കൃത്യമായിട്ട് കഴിച്ചാലേ രോഗം മാറുള്ളൂ. 3 നേരം കഴിക്കാനുള്ള മരുന്ന് 3ഉം കൂടി രാവിലെ ഒരുമിച്ചുകൊണ്ട് കഴിച്ചാലോ പിന്നെ ഡോക്ടർക്ക് കൊണ്ടുവരില്ലേ? ആ 3 നേരം കഴിക്കാൻ പറഞ്ഞ മരുന്നുകൾ ആ 3 നേരം തന്നെയായിട്ട് കഴിക്കണം. പറഞ്ഞതുപോലെ ചെയ്യണം. അറിവുള്ളവർ പറഞ്ഞു തരേണ്ടത് പോലെ ചെയ്യണം. അത് ചെയ്യാത്തതാണ് നമ്മുടെ സകല വിഷമങ്ങൾക്കും കാരണം. അതിനിപ്പോൾ എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ലല്ലോ. ആരെ പറഞ്ഞെന്നില്ല? പറഞ്ഞു അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു. ഇപ്പൊ വേദവ്യാസനെ നമ്മുടെ മുമ്പിൽ ഓരോരുത്തരും മുമ്പിൽ വന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം എഴുതി വെച്ചു. വേദങ്ങൾ 4ആയിട്ടും പുരാണങ്ങൾ 18ആയിട്ടും ഇതിഹാസം എന്ന മഹാഭാരതവുമായിട്ട് എഴുതി വെച്ചു. വാൽമീകി മഹർഷി രാമായണം എഴുതി വെച്ചു. ആ രാമായണത്തെ എഴുത്തച്ഛൻ മലയാളികൾ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു തന്നു. എത്രയോ ആളുകൾ രാമായണത്തിലെ ഓരോരോ കഥകൾ. അപ്പം നാൾ കേൾക്കുന്നുണ്ടായി, ചെറിയ കുട്ടികൾക്ക് ഒരു മുത്തശ്ശി കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ മുത്തശ്ശി രാമായണം എന്ന് പറഞ്ഞിട്ട് അത് 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് രാമായണം മുഴുവൻ പറഞ്ഞു കൊടുത്തു. ഓരോ കാണ്ഡവും വെട്ടിയിലെല്ലാം എടുത്തു മുത്തശ്ശിയൊന്നു മുറുക്കി കണ്ണടച്ചൊന്നു ജപിച്ചു രാമ ഹരേ ജയ രാമ. മുത്തശ്ശി വെറ്റിലൊക്കെ എടുത്തല്ലേ ഇന്ന് മുക്കുന്ന മുത്തശ്ശിമാരൊക്കെ കഷ്ടിയ. വെറ്റിലെല്ലാം എടുത്തു വെച്ച് മുത്തശ്ശി കണ്ണടച്ച് രാമ ഹരേ ജയ രാമ ജപിക്കുമ്പോഴേക്കും കുട്ടികൾ കൂടെ വന്നിട്ട് പറയാണ്, പണ്ടു ദശരഥമന്നൻ, പണ്ട് ദശരഥൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. കുട്ടികളില്ലാഞ്ഞു വിഷമിച്ച കാലം പുത്രകാമേഷ്ടി ചെയ്തു, 4 പുത്രന്മാരുണ്ടായി നൂനം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ കഥകള് കേൾക്ക് എല്ലാവർക്കും പറഞ്ഞു വെച്ചിട്ടുണ്ട് അറിവുള്ളവര്. ആ അറിവിനെ കണ്ടെത്തണം. സ്കൂളിൽ പഠിപ്പിച്ചു തരുമോ? രാമായണം എവിടെയെങ്കിലും പഠിപ്പിച്ചു തരുമോ? രാമന്റെ കഥകള്, കൃഷ്ണന്റെ കഥകള് ഒന്നും ഇന്നത്തെ വിദ്യാഭ്യാസത്തില് കിട്ടില്ല. നല്ലതൊന്നുമില്ല. ഏറ്റവും നല്ലൊരു കാര്യമാണ് കുട്ടികളെ തല്ലുക എന്നുള്ളത്. ആ നല്ല കാര്യം പോലും ഇന്ന് സ്കൂളിലില്ല. സ്കൂളിൽ പോയാൽ ചോദിച്ച് ഇന്നത്തെ വിഷയം നാളേക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ അടി കിട്ടും എന്നൊരു പേടി കൊണ്ട് കുട്ടികൾ പഠിച്ചിരുന്നു. ഇന്നില്ല. എന്ത് കുറ്റം ചെയ്താലും കാശുണ്ടെങ്കിൽ രക്ഷപ്പെടാം. കാശുള്ള ആളുടെ മകനാണെന്നുണ്ടെങ്കിൽ ടീച്ചർമാർ ഒരു പ്രത്യേക പരിഗണന നൽകും. ഇത്രേ എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. കാശുള്ളവരുടെ മക്കൾ വലിയ വലിയ ഭരണത്തിലൊക്കെ ഇരിക്കുന്നവരുടെ മക്കളൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർ എന്ത് വൃത്തികേട് ചെയ്താലും ഒരു നടപടിയില്ല അത്രേ. പിന്നെ ആളുകൾക്ക് വൃത്തികേട് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ലേ? കാരണം കുറ്റം ചെയ്താലുണ്ടാവുന്ന ശിക്ഷ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് പഠിച്ച് വലിയ ഉദ്യോഗം നേടാൻ വേണ്ടിയിട്ടൊന്നുമില്ല. ടീച്ചറുടെ അടി പേടിച്ച് പഠിച്ചത് തന്നെയാണ്. എൻ്റെ പഠിച്ച ജോലി ഇന്ന ജോലി നേടണമെന്ന് വിചാരിച്ച് സ്കൂളിലേക്കൊന്നും പഠിച്ചു പോയിട്ടില്ല. അല്ലെ, ഒരു പദ്യം കാണാതെ പഠിക്കണം. ആ പദ്യം കാണാതെ പഠിച്ചാൽ വല്ല ജോലിയും കിട്ടും. പക്ഷെ ആ പദ്യം പിറ്റേ ദിവസത്തേക്ക് കാണാതെ പഠിച്ചു പോയി ചെല്ലിയിരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ല, ടീച്ചറുടെ അടി പേടിച്ചിട്ടാ. അല്ലേ, ഇന്ന് അടിക്കണില്ല, അതുകൊണ്ട് പേടിയില്ല. കാരണം എന്താ? കാശ് കൊടുത്തിട്ടാ പഠിക്കണത് എന്നാണ്. നമ്മളാരും കാശ് കൊടുത്തിട്ടല്ല പഠിച്ചത്. ഇന്ന് ആ സർക്കാർ സ്കൂളുകളിലേക്ക് കാശ് കൊടുക്കാണ്ട് സൗജന്യ വിദ്യാഭ്യാസം ഉണ്ട്. പക്ഷെ അവിടെ പറഞ്ഞേക്കാൻ ആളുകൾക്ക് തയ്യാറല്ല. എല്ലാവരും കാശ് കൊടുത്തിട്ട് ഏറ്റവും കൂടുതൽ ഫീസുള്ള സ്കൂളിൽ നല്ല വിദ്യാഭ്യാസം എന്നൊക്കെ മിഥ്യാധാരണ.
വെറുതെ ധരിക്കുകയാണ്. ഏത് സ്കൂളിൽ പഠിച്ചാലും ഇപ്പം നമ്മുടെ പ്രായത്തിലുള്ള ആൾക്കാർ, ഇവിടെ മുത്തശ്ശിമാരുടെ പ്രായത്തിലുള്ള ആൾക്കാർ ഒക്കെ കാശ് കൊടുത്ത് പഠിച്ചിട്ടാണ് വലിയ വലിയ സ്ഥാനത്തെത്തിയത്. അവർ സാധാരണ സ്കൂളിൽ പഠിച്ചിട്ടാ. പക്ഷേ കാശ് കൊടുത്ത് നേടുന്നത് കേമാണ് ഒരു ചിന്ത. അതുകൊണ്ട് തന്നെയാണ് കൈക്കൂലി കൊടുത്തിട്ടും അഴിമതിയിലൂടെയൊക്കെ ആൾക്കാർ കുറവ് നേടുന്നത്. അതുവഴി എന്തുണ്ടാവണോ? അവർ ലോകത്തിന് ഉപദ്രവകാരികളായിട്ട് മാറണോ? ചില അമ്പലങ്ങളിലൊക്കെ ഉണ്ട് കാശ് കൊടുത്താൽ ക്യൂ നിൽക്കാണ്ട് തൊഴാം എന്നുള്ളത്. അവർക്ക് തൊഴാൻ പറ്റും, പക്ഷേ ഭഗവാൻ അവരെ കണ്ടോളണമെന്നില്ല. ഭഗവാന്റെ അനുഗ്രഹം കിട്ടാനല്ലേ നമ്മൾ പോണത്, മനസമാധാനം കിട്ടാനല്ലേ പോണത്. അനവധി ആൾക്കാരെ വരിയിൽ നിർത്തിക്കൊണ്ട് അവരൊക്കെ ഞങ്ങളുടെ കയ്യിൽ കാശില്ലല്ലോ ഭഗവാനെ, അതുകൊണ്ട് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടി വരണമല്ലോ എന്ന് വിചാരിക്കുമ്പോൾ, അയ്യോ എനിക്ക് പലരെയും പരിചയമുണ്ട് ഇവിടുത്തെ. ആ പരിചയക്കാരിലൂടെ ഞാൻ വേഗം പോയിട്ട് തൊഴുകയാണ്. ഇവരെക്കാളിലൊക്കെ വലിയൊരാളെ പരിചയമുള്ളവരാ വരിയിൽ നിൽക്കണത്. ആരെ പരിചയമുള്ളവര്? ഗുരുവായൂരപ്പനെ പരിചയമുള്ളവര്. അവർക്ക് വേറെ ആരെയും പരിചയമില്ല. ഗുരുവായൂരപ്പനൊക്കെ താഴെയല്ലേ ബാക്കിയുള്ളവരൊക്കെ ഉള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ ആളുകളെ പരിചയമുള്ളവരൊക്കെ പല എളുപ്പമാർഗം എന്ന് വിചാരിച്ച് പല അധർമ്മ മാർഗത്തിലൂടെയും പോകും. പക്ഷേ ഭഗവാനെ മാത്രം പരിചയമുള്ളവരെന്ത് ചെയ്യും? അവരാ വരിയിൽ നിന്ന് സാവധാനം തൊടും. എന്താ? ധർമ്മം. ഇന്നും കർണാടകയിലെ ധർമ്മസ്ഥല എന്ന് പേരുള്ള സ്ഥലമുണ്ട്. അവിടെ ചെന്ന് നോക്കൂ, അവിടെ ഒരു റൂം ബുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം മുൻകൂട്ടി ബുക്ക് ചെയ്യണത് അധർമ്മമാണ്. അവിടെ ആദ്യം ആരവിടെ വരണോ അവർക്ക് റൂം കൊടുക്കുക. മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ കഴിവുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവരെന്ത് ചെയ്യും? അപ്പൊ രണ്ടുപേർക്ക് രണ്ട് നിയമമായില്ലേ? അത് പാടില്ല. എല്ലാവർക്കും ഒരേ നിയമം, എല്ലാവർക്കും ഒരേ നിയമം. നേരിട്ട് അവിടെ ചെല്ലുക, അവിടെ ഒരൊറ്റ വരി മാത്രമേ ഉള്ളൂ, രണ്ടാമതൊരു വരി ഇല്ല. അരി എന്ന് കഴിഞ്ഞാലും, കാരണം അതാണ് ധർമ്മം. ധർമ്മസ്ഥലം തന്നെയാണ് പേര്. ഈ ധർമ്മത്തെ കാണിച്ചു തരുന്ന ഗ്രന്ഥങ്ങളാണ് രാമായണവും മഹാഭാരതവും ഒക്കെ. പരോപകാരമേ ധർമ്മം പാപമേ പരപീഡനം. അന്യന്മാർക്ക് ഉപകാരം ചെയ്യലാണ് ധർമ്മം, അന്യന്മാർക്ക് ഉപദ്രവം വരുത്തലാണ് അധർമ്മം. ഇത് വേദവ്യാസ മഹർഷി 18 പുരാണങ്ങളുടെ ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നത് ഇതാ. പരോപകാരമാണ് ധർമ്മം, പാപമാണ് പരപീഡനം. മറ്റുള്ളവർക്ക് ഏതെങ്കിലും രീതിയിൽ വേദന ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് പാപമാണ്. മറ്റുള്ളവർക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് പുണ്യം. ഓരോ കാര്യം ചെയ്യുമ്പോഴും ചിന്തിച്ചാൽ മതി. ഇവിടെ ഹനുമാൻ സ്വാമിയുടെ കഥയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സുന്ദരകാന്ഡം. സുന്ദരൻ ആണ് അവിടെ നായകൻ, ഹനുമാനാണ് നായകൻ. ഹനുമാന്റെ ആ ഒരു ദൃഢനിശ്ചയം, ഗുരുനാഥന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ജാമ്പവാൻ തൻ്റെ ശക്തിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തണോ. കുട്ടിക്കാലം മുതൽ ഉണ്ടായ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക. നമുക്ക് വലുത് ഓർമ്മയുണ്ടോ നമ്മുടെ ചെറുപ്പം മുതൽ ചെയ്ത കാര്യങ്ങൾ? ഇവിടെ ഹനുമാൻ സ്വാമി ജനിച്ച ഉടനെ തന്നെ സൂര്യന്റെ നേരെ ചാടിയ ആളാണ് എന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കണോ. സകല ദേവന്മാരുടെയും അനുഗ്രഹം കിട്ടിയ ആളാണെന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കണോ. നമുക്കുണ്ടാവാറുണ്ട് ഇടയ്ക്കൊരു മൂഡൌട്ട് അവസ്ഥയുണ്ട്, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ജാമ്പവാന്റെ ഈ വാക്കുകൾ ഓർത്താൽ മതി. ഹനുമാനെ സ്മരിച്ചാൽ മതി. ഹനുമാൻ എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അവിടെയാണ് മനോജവം. മനസ്സിനെ ജയിച്ചയാള്, മാരുത തുല്യവേഗം, വായുവിനെ പോലെ വേഗതയുള്ള ആള്, ജിതേന്ദ്രിയം, ഇന്ദ്രിയങ്ങളെ ജയിച്ച ഒരാള്, വാദാത്മജം, വാനരയൂതമുഖ്യം, ശ്രീരാമദൂതം. ഇതിനൊക്കെ ഏറ്റവും അവസാനമായിട്ടുള്ളത് എന്താ? ശ്രീരാമദൂതം. ശ്രീരാമന്റെ ദൂതനാണ്, ഏതെങ്കിലും ഒരാളുടെ ദൂതനല്ല. ശ്രീരാമേന്ദ്രന്റെ ദൂതനാണ്, രാമദാസനാണ്. രാമദാസൻ എന്നൊരു പേര് ഹനുമാൻ സ്വാമിക്കുണ്ട്. രാമന്റെ ദാസനാണ്. ആ ശ്രീരാമ ഉപാസകനായ അദ്ദേഹത്തിന് രാമദൂതൻ എന്നുള്ള ഒരു രാമ ചിന്ത അങ്ങോട്ട് വന്നപ്പോഴേക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കൊന്നും അസാധ്യമായിട്ടില്ല. ഇതാണ് ഓരോ കുട്ടികളിലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഈശ്വര ആശ്രയത്തോടുകൂടി ഈശ്വരനെ പ്രാർത്ഥിച്ചും കൊണ്ട് ഏതൊരു കാര്യത്തിന് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാലും ആ കാര്യം ഭംഗിയായിട്ട് നടത്താൻ സാധിക്കുമെന്ന് ഓരോ കുട്ടിയുടെ ഉള്ളിലും അച്ഛനും അമ്മയും വേണം ഉറപ്പിച്ചു കൊടുക്കാൻ. നിന്നെ കൊണ്ട് സാധിക്കും. എങ്ങനെ? ഈശ്വരനെ ആരാധിച്ചാൽ. ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പൂജാമുറിയിൽ പോയിട്ട് തൊഴണം.
വീട്ടിൽ വിളക്ക് വെക്കുന്നിടത്ത് പോയിട്ട് തൊഴുക, നമസ്കരിക്കുക. കുളി കഴിഞ്ഞാൽ പൂജ, അടുത്ത അമ്പലം ഉണ്ടെങ്കിൽ അവിടെ പോവുക, അല്ലെങ്കിൽ തൊട്ടടുത്ത ക്ഷേത്രങ്ങളില്ലാത്തവരുണ്ടാവും, അവർക്ക് പൂജാമുറിയിൽ പോയിട്ട് കുറച്ചു നേരം നാമം ജപിക്കുക, പൂജാമുറിയിൽ നമസ്കരിക്കുക. കടാമ്പുഴ തൊഴുതു പോണ സമയത്ത് കടാമ്പുഴ അമ്മയുടെ ഒരു ചിത്രം, പൂങ്കുടലിന്റെ ഒരു ചിത്രം വാങ്ങാൻ കിട്ടും. അത് വാങ്ങിക്കൊണ്ടുപോയിട്ട് ആ കടാമ്പുഴ അമ്മയെ കണ്ട് നമസ്കരിക്കുക. മുട്ടുകുടപ്പ് തീർക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മയുടെ മുമ്പിൽ വന്നിട്ട് മുട്ടിറക്കണത്. എന്നും ആ കടാമ്പുഴ അമ്മയുടെ ഒരു ചിത്രം പൂജാമുറിയിൽ വെച്ച് പോയി തൊഴുത് നമസ്കരിക്കുക. ഏത് കാര്യത്തിനിറങ്ങുമ്പോഴും ആ കടാമ്പുഴ അമ്മയെ ചിന്തിച്ചും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മുട്ടുകളും ഉണ്ടാവില്ല. മുട്ടുകളൊക്കെ അമ്മ തീർത്തോളും എന്ന് ഓരോ കുട്ടിയുടെ ഉള്ളിലും, ജോലിക്ക് പോണ പുരുഷന്മാരുടെ ഉള്ളിലും, ഈ രാവിലെ അടുക്കളയിലേക്ക് ജോലിക്ക് പുറപ്പെടുന്ന ഓരോ അമ്മമാരും ആ കടാമ്പുഴ അമ്മയെ ചിന്തിച്ച് അമ്മയെ നമസ്കരിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടാൽ ഒരു തടസ്സം ഉണ്ടാവില്ല. ഇത് ഓരോ വീട്ടിലും ഓരോരുത്തരും ചെയ്യുന്നുണ്ട് എന്ന് പരസ്പരം ഉറപ്പുവരുത്തിയാൽ മതി. ആ വീട് സർവ്വ ഐശ്വര്യം നിറഞ്ഞതായിട്ട് മാറും. നമ്മൾ ചെയ്യുന്ന ഒരു പണി മാറ്റിവെക്കണ്ട, പ്രത്യേകമായിട്ട് ഒരു സമയവും നമ്മൾ മാറ്റിവെക്കണ്ട, ഒരു കാശും ചെലവാക്കണ്ട. കടാമ്പുഴ അമ്മയുടെ ഒരു ചിത്രം കൊണ്ടുപോയി ആ അമ്മയെ, പൂങ്കുടലിന്റെ ചിത്രം ധാരാളം വാങ്ങാൻ കിട്ടൂലോ, കടകളിലും ഉണ്ടാവും, ദേവസ്ഥത്തിന്റെ ദിക്കിലാണെങ്കിൽ അവിടെ ഉണ്ടാവും. എവിടെ വെച്ചാൽ കൊണ്ടുപോയിട്ട് തൊഴുക. ആ അമ്മയുടെ പൂങ്കുടൽ, ഇവിടെ വന്ന് പൂങ്കുടൽ തൊഴാൻ എന്നും പറ്റിയെന്ന് വരില്ല. പക്ഷേ അമ്മയുടെ പൂങ്കുടലിന്റെ ചിത്രം വീട്ടിൽ വെച്ചുകൊണ്ട് ആ അമ്മയുടെ പൂങ്കുടൽ തൊഴാനായിട്ട് സാധിക്കും. ഇത്ര ശക്തമായ തീവ്രമായ ചൈതന്യമായിരുന്നു ശങ്കരാചാര്യർ ഈ വഴിക്ക് വരുമ്പോൾ. മനുഷ്യർക്ക് ആർക്കും ഈ വഴിക്ക് നടക്കാൻ പറ്റിയിട്ടായിരുന്നില്ല. ആ കാടൻ കിരാതമൂർത്തി ഭഗവതിക്ക് ദാഹം മാറ്റാനായി ഉണ്ടാക്കിയ, അമ്പ് കൊണ്ടുണ്ടാക്കിയ ആ ഒരു കുഴിയിൽ നിന്ന് വരുന്ന ദേവീ ചൈതന്യം കൊണ്ട് ഒരു മനുഷ്യർക്കും ഈ വഴിക്ക് വരാൻ പറ്റാണ്ടായപ്പോഴാണ് ആചാര്യസ്വാമികള് തെച്ചിപ്പൂ കൊണ്ട് ആ അമ്മയെ മൂടിയത്. അത് തെച്ചിപ്പൂ കൊണ്ട് മൂടിയ പൂങ്കുടൽ തൊഴുന്നവർക്കും ചെയ്യുന്നവർക്കും ചെയ്യാൻ ഇപ്പം നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല അല്ലേ. ഇപ്പൊ ബുക്ക് ചെയ്താൽ കുറേ കൊല്ലം കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ വന്ന് തൊഴാൻ പ്രയാസമൊന്നുമില്ല. ദിവസം വന്ന് രാവിലെ ഒരു 9 മണി കഴിഞ്ഞാൽ അവിടെ പൂങ്കുടൽ നടക്കും. അത് കഴിഞ്ഞ് പോയിട്ട് അമ്മയെ തൊഴുക. തൊഴാൻ പ്രയാസമൊന്നുമില്ല, ആർക്ക് വേണേ വന്ന് തൊഴാലോ. ശക്തമായ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൗകര്യമാണ് തൊഴാൻ. ആളുകൾ മഴയൊക്കെ ആകുമ്പോൾ അയ്യോ ഒന്ന് മഴയാണ്, കടാമ്പുഴ തൊഴാൻ പോണില്ല എന്നാ വിചാരിക്കുക. അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. കാരണം മഴയാകുമ്പോൾ തിരക്ക് കുറയും അല്ലേ, സുഖമായിട്ട് തൊഴാൻ പറ്റുക ചെയ്യുക. സാധാരണ ഞായറാഴ്ച ഉണ്ടാവുന്ന ആ ഒരു തിരക്ക് ആയിട്ടില്ല. തിരക്ക് കാരണം ആളുകൾ എന്താ, മഴ കാരണം ആളുകൾ വീട്ടിലിരിക്കുകയല്ല വേണ്ടത്, ഈശ്വരാരാധന വർദ്ധിപ്പിക്കുക വേണ്ടത്. ഈശ്വരാരാധനകളുടെ ആ തീവ്രത വർദ്ധിപ്പിക്കുക വേണ്ടത്. കാരണം കാലവർഷം നാളെ നമുക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ അവിടെ അമ്മ വന്ന് രക്ഷിക്കണം. ഓരോരുത്തർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കാണുമ്പോൾ ആ കാലം നമുക്ക് ബുദ്ധിമുട്ടായി വരരുത്, ഇനി മറ്റൊരാൾക്കും ഇതുപോലെയുള്ള ദുരിതങ്ങൾ ഉണ്ടാക്കരുതേ എന്ന് പറഞ്ഞ പ്രാർത്ഥിക്കാനല്ലാണ്ട് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. 3 രീതിയിലുള്ള ദുഃഖങ്ങളാണ്. ആധ്യാത്മിക ദുഃഖം, ആദി ഭൗതിക ദുഃഖം, ആദി ദൈവിക ദുഃഖം. അതില് ഭൗതിക ദുഃഖമാണ് പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാവുന്ന ദുഃഖം. ഭൂമി, വായു, ആകാശം, അഗ്നി, ജലം. ഭൂമിയിൽ നിന്നുണ്ടാവുന്ന ഭൂകമ്പങ്ങൾ, ഈ ഉരുൾപൊട്ടലൊക്കെ ഭൂമി ഉണ്ടാവുന്ന ദുഃഖമാണ്. അതുപോലെ അവിടുന്ന് വെള്ളം ഒലിച്ചു വന്നിട്ട് അത് ജലം കൊണ്ടുണ്ടാവുന്ന ദുഃഖമാണ്. ശക്തമായ വെയില് ആകാശത്തു നിന്നുണ്ടാവുന്ന ദുഃഖമാണ്. കൊടുങ്കാറ്റ് വായുവിൽ നിന്നുണ്ടാവുന്ന ദുഃഖം. ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ ഇല്ലാണ്ടാക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. അതിനെ ഇല്ലാണ്ടാക്കാൻ ഈശ്വരശക്തിക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഈശ്വര ആരാധന കൂട്ടുകയാണ് വേണ്ടത്. ഇങ്ങനെയൊക്കെ ദുരിതങ്ങൾ കാണുന്ന സമയത്ത് ആരെങ്കിലും വീട്ടിൽ നാമജപം വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? സാധാരണ 15 മിനിറ്റാണ് ജപിക്കാറ്. അങ്ങനെ ദുരിതങ്ങളൊക്കെ കാണുമ്പോൾ ഒരു 5 മിനിറ്റ് കൂടി അധികം ജപിക്കാമെന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് ആക്കിയിട്ടുണ്ടോ നാമജപം? ഇത് കൂട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും ദുരിതങ്ങൾ വരികയുള്ളൂ. നിരീശ്വരവാദം പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ ദുരിതങ്ങൾ കൂടുക എന്നല്ലാണ്ട് ഈശ്വരവാദം കൊണ്ട് മാത്രമേ അല്ലേ. ഈ കൊറോണയ്ക്ക് ശേഷം നോക്കിയാൽ അറിയാം, അമ്പലങ്ങളിൽ മുഴുവൻ തിരക്ക് കൂടുക എന്നല്ലാണ്ട്. ഗുരുവായൂരൊക്കെ ചെന്ന് നോക്കണം, ഈ കൊറോണ കഴിഞ്ഞോട് കൂടിയിട്ട് ആളുകൾക്ക് നിരീശ്വരവാദം കൊണ്ട് ഒരു കാര്യവുമില്ല. ഈശ്വരൻ മാത്രമേ രക്ഷയ്ക്കുള്ളൂ എന്ന് ബോധ്യം വന്നു.
ഈശ്വരൻ മാത്രമേ രക്ഷയ്ക്കുള്ളൂ. അപ്പൊ ആളുകൾ ചോദിക്കും, ഈ ഈശ്വരനൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ദുരിതങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഈശ്വരൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ദുരിതങ്ങൾ ഉണ്ടാവേണ്ടത്. എന്തേ? ഈശ്വര ആരാധന ചെയ്യാത്തത് കൊണ്ട്. ഇനി ഈശ്വരാരാധന ചെയ്യുന്നവർക്ക് ദുരിതം ഉണ്ടാവില്ലേ? ഉണ്ടാവും. അവർക്ക് പൂർവജന്മ കർമ്മങ്ങൾ ബാക്കിയുണ്ടാവും. ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങൾ ബാക്കിയുണ്ടാവും. അത് അനുഭവിക്കാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരാൾ ചെയ്ത കർമ്മം കൊണ്ട്, ഒരാൾ ചെയ്ത ദുരിതം കൊണ്ട് മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കും. ഇപ്പോൾ ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുകയാണ്. ആ ഡ്രൈവറുടെ അശ്രദ്ധ, ഒരാളുടെ അശ്രദ്ധ ആ വാഹനത്തിലുള്ള ബാക്കിയുള്ളവർക്ക് മുഴുവൻ അപകടം ഉണ്ടാക്കില്ലേ? ബാക്കിയുള്ളവർ സുഖമായിട്ടിരുന്ന് ഉറങ്ങുകയല്ലേ, ഞങ്ങൾ കാശും കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് ബസ്സിൽ ചാരി ഇരുന്ന് ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് അപകടം വരാണ്ടിരിക്കുക? ചോദിക്കാൻ ന്യായം വേണ്ടേ? ഡ്രൈവർ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് ബാക്കി ഉറങ്ങുന്നവർക്ക് അപകടം പറ്റണോ? ഡ്രൈവർ ഉറങ്ങിയ ബാക്കിയുള്ളവർക്ക് അപകടം പറ്റും. കാരണം ഇതിനെ നിയന്ത്രിക്കുന്ന ആള് നേരെയായില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ആ ആൾ ഉറങ്ങാണ്ട് ബാക്കിയുള്ളവർ നോക്കണം, ഡ്രൈവർ ഉറങ്ങാണ്ട് ബാക്കിയുള്ളവർ നോക്കണം. അതിനാണ് കണ്ടക്ടറൊക്കെ മുമ്പിൽ തന്നെ ഇരുത്തണത് രാത്രി. ചിലപ്പോൾ അയാൾ ഉറങ്ങുന്നുണ്ടാവും. കാരണം ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ളവർക്ക് മുഴുവൻ വിഷമുണ്ടാവും. അപ്പോൾ നമ്മൾ മൈക്കിലൂടെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുക. ആരെങ്കിലും ഒരാൾ സ്വിച്ച് ഓഫ് ആക്കിയാൽ മതി, ബാക്കിയുള്ളവർക്കൊക്കെ കേൾക്കണത് ഇല്ലാണ്ടാവില്ലേ? അയാളെ സ്വിച്ച് ഓഫ് ആക്കിയത് അതോ അയാൾക്ക് മാത്രം കേൾക്കണ്ട, അങ്ങനെയാണോ? അപ്പൊ ലൈറ്റ് സ്വിച്ച് ഓഫ് ആക്കൽ ഒരാളെ ഓഫ് ആക്കണുള്ളൂ. ആ ഒരാൾ സ്വിച്ച് ഓഫ് ആക്കുമ്പോഴേക്കും ആ മുറിയിലുള്ളവർക്ക് മുഴുവൻ ഇരുട്ടായിട്ട് മാറി. അയാളല്ലേ കുറ്റം ചെയ്തത്, ബാക്കിയുള്ളവർക്ക് ഇരുട്ടാവേണ്ട കാര്യമുണ്ടോ? അവരുടെ കാര്യമുണ്ടോ? അവരുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് മുഴുവൻ, അപ്പുറത്തെ മുറിയിലുള്ളവർക്ക് ഇരുട്ടുണ്ടാവില്ല. പക്ഷേ ഈ ലൈറ്റ് കെടുത്തിയ മുറിയിലിരിക്കുന്ന എല്ലാവർക്കും ഇരുട്ട് തന്നെയാവും. നേരെ തിരിച്ചു അങ്ങനെ തന്നെയാണ്. ഒരാൾ ലൈറ്റ് ഇട്ടാൽ മതി, ആ മുറിയിലുള്ളവർക്ക് മുഴുവൻ വെളിച്ചം കിട്ടും. അവിടെ എല്ലാവർക്കും കാപ്പി കൊണ്ടോ കൊടുക്കണോ? അത് ഒരാളാണ് ഉണ്ടാക്കണത് അല്ലേ? 10 ആൾക്കാർ കൂടിയിട്ടാണ് അവളുടെ അടുപ്പത്ത് വയ്ക്കണത് അല്ല, ഒരാളാണ് ആ തീ കത്തിച്ചത്. ഒരാൾ തീ കത്തിച്ചിട്ടേ ഉള്ളൂ. അയാൾക്ക് മാത്രം കാപ്പി ഉണ്ടായി കുടിക്കുക, അങ്ങനെയാണോ? വിതരണം ചെയ്യാൻ അനവധി ആൾക്കാരുണ്ടാവുന്നുണ്ടെങ്കിലും ആ അടുപ്പ് കത്തിച്ചത് ഒരൊറ്റ ഒരാളാണ്. അവിടെ 10 പേര് 10 തീപ്പെട്ടിക്കൊള്ളിയും കൊണ്ട് ചെല്ലേണ്ട ആവശ്യമുണ്ട് അടുപ്പ് കത്താൻ. ഒരാൾ ഒരു തീപ്പെട്ടിക്കൊള്ളിയും കൊണ്ട് അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്ററും കൊണ്ട് അടുപ്പ് കത്തിക്കേ വേണ്ടൂ. എത്ര പേർക്കുള്ള ചായയോ കാപ്പിയോ ഭക്ഷണമോ വേണമെങ്കിലും ആ തീയിൽ നിന്നും ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നല്ല കാര്യമാണെങ്കിലും ഒരാൾ ചെയ്താൽ അതുവഴി അനവധി ആൾക്കാർക്ക് ഉപകാരമുണ്ട്. ഇനി ദോഷമായ കാര്യമാണെങ്കിലും ഒരാൾ ചെയ്താൽ മതി, അനവധി ആൾക്കാർക്ക് വിഷമമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് ചിന്തിക്കുക, നമ്മൾ ചെയ്യുന്ന കർമ്മം ദോഷമാണോ നല്ലതാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്യുക. ഹനുമാൻ സ്വാമി ആചരിച്ച് കാണിച്ചു തന്നു. സമുദ്രലംഘനം ചെയ്ത് സുരസയുടെ പരീക്ഷണത്തിൽ നിന്ന് ജയിച്ച് മൈനാകപർവ്വതം തന്നതായിട്ടുള്ള സഹായത്തെ സ്നേഹപൂർവ്വം നിരസിച്ച് കൊല്ലാനായിട്ട് വന്ന സിംഹികയെ നിഗ്രഹിച്ച് ലങ്കയിലെത്തി ലങ്കാലക്ഷ്മിക്ക് മോക്ഷം കൊടുത്ത് ഹനുമാൻ ആ ലങ്കയിൽ സഞ്ചരിക്കാനായി തുടങ്ങി. ഹനുമാൻ ലങ്കയിലേക്ക് പ്രവേശിച്ചപ്പോഴേക്കും കാലുകുത്തിയപ്പോഴേക്കും സീതാദേവിക്കും രാവണനും ഇടതുഭാഗം തുടിച്ചു. സീതാദേവിക്ക് നല്ല ചിന്തയോടുകൂടിയുള്ള നല്ലത് വരാൻ പോണു എന്ന ഭാവത്തിൽ ഇടതുഭാഗം തുടിച്ചു. രാവണന് ദോഷം വരാൻ പോണു എന്ന് കാണിച്ചുകൊണ്ട് ഇടതുഭാഗം തുടിച്ചു. ഹനുമാൻ സ്വാമി തിരയാണ്, എവിടെയാണ് ദശവദനമണിനിലയമായിരിക്കും മമ ദേവീരിപ്പിടമോർത്തോ എന്നോർത്തു മാരുതി. കനകമണി നികര വിരചിതപുരിയിലെങ്ങുമേ കാണാഞ്ഞുലങ്ക വചനമോർത്തിയിടിനാൻ. സീതാദേവിയെ രാവണൻ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ടാവുക രാവണന്റെ കൊട്ടാരത്തിലാവും എന്ന് വിചാരിച്ചുകൊണ്ട് ഹനുമാൻ കൊട്ടാരങ്ങളിലൊക്കെ തെരഞ്ഞുത്രേ. അവിടെയൊന്നും കണ്ടില്ല എന്ന് പറയുക. അപ്പോഴാണ് ലങ്കാലക്ഷ്മി പറഞ്ഞത് ഓർത്തത്. കാട്ടിലല്ല ഉള്ളത്, കൊട്ടാരത്തിലല്ല ഉള്ളത്, അശോകവനിയിലാണ് എന്നുള്ളത്. എന്നാ ശരി, ഞാൻ നോക്കാം. എവിടെയാ പോണ്ടത്? ഉപവനവും അമൃത സലിലയുധവാപിയും ഉത്തുംഗ സൗധങ്ങളും ഗോപുരങ്ങളും. എന്തായാലും ആ ലങ്ക മുഴുവൻ ഒന്ന് കാണാം. ഈ അശോകവനി എവിടെയാന്ന് പറഞ്ഞു തന്നിട്ടില്ല, ഗൂഗിൾ മാപ്പ് ഒന്നും വന്ന് കൊടുത്തിട്ടില്ല ലങ്കാലക്ഷ്മി.
ലൊക്കേഷൻ അയച്ചു തന്നാൽ നേരെ അവിടേക്ക് പോവുക, അങ്ങനെ ലൊക്കേഷൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അശോകവനിയിൽ ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അവിടെയൊക്കെ കാണുകയാണ് അത്രേ. കേമം തന്നെയാണ് കേട്ടോ. കാരണം പാർവതീദേവിക്ക് വേണ്ടിയിട്ട് വിശ്വാസം ഉണ്ടാക്കിയ നഗരമല്ലേ. കനകമണി രചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീള നോക്കും വിധവും. ഓരോ ദിക്കിലും കനകകൊട്ടാരങ്ങളിലൊന്നും കാണാഞ്ഞ് സീതാദേവിയെ തൻ്റെ അമ്മയെ നോക്കിക്കൊണ്ട് പോവുകയാണ്. കുസുമചയ സുരഭിയോട് പവന നദി ഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ. ആ സമയത്ത് വായുതനയന്റെ മനസ്സിനെങ്ങനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഉപവനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക. അങ്ങനെ സഞ്ചരിച്ച് ഉന്നതമായുള്ള ശിംശവൃക്ഷവും അശോകവനിയിൽ ചെന്നു. വലിയ വനമാണ്. ആ അശോകവനിയിൽ ഉപവനങ്ങളിലേക്ക് ചെന്നപ്പോൾ വളരെ ഉയരത്തോടു കൂടിയ ശിംശവൃക്ഷത്തെ കണ്ട് അതിൻ്റെ ആ ചുവട്ടിൽ ഇരിക്കുന്നതായിട്ട് വായുദേവൻ കാണിച്ചു കൊടുത്തു എന്നാണ്. അച്ഛൻ ആയിട്ടുള്ള വായു ഒരു കാറ്റ് വഴി ഹനുമാനെ എങ്ങനെ നയിച്ച് സീതാദേവി എങ്ങനെയായിരിക്കണത്? മലിനതരചികുരവസനം പൂണ്ടു ദീനയായി മൈഥിലീതാൻ കൃഷഗാത്രിയായത്രയും. നിത്യേന വേഷം മാറാനൊന്നും പറ്റണില്ല. ഇവിടെ ശ്രീരാമേന്ദ്രൻ്റെ കൂടെ ആകുമ്പോൾ ഒന്നോ രണ്ടോ വേഷമുണ്ട്. ഒന്ന് നനച്ചിടാം, കുളിക്കാം, അടുത്തത് മാറ്റിയാം. ഇവിടെ കുളി ദേവാലയങ്ങൾക്കൊന്നും അവസരമില്ല. മലിനമായ വേഷം ധരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കൃഷഗാത്രിയായി തടിയൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. കാട്ടിലാണ് താമസമെങ്കിലും ഭർത്താവിൻ്റെ കൂടെയാവുമ്പോൾ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. ലക്ഷ്മണൻ ധാരാളം ഫലമൂലാദികളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. ഇവിടെ രാവണൻ ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിലും എങ്ങനെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കും? ഭക്ഷണമൊന്നും കഴിക്കണില്ല. ദുഃഖിച്ചിരിക്കുന്ന ആ സീതാദേവിയെ കണ്ടു. ഞാൻ ഈ എങ്ങനെ സീതാദേവിയുടെ അടുത്തേക്ക് പോകും? ഭയവിവശമവനീലുരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നിനച്ചലം. ഭർത്താവിനെ നിനച്ചലം വീണ്ടും 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 എൻ്റെ ഭർത്താവിനെ തന്നെ ഓർത്തുകൊണ്ട്, ഓർക്ക് മാത്രമല്ല അവിടെ രാമനാമം ജപിക്കുന്നുണ്ട്. നയനജലം, ആ കണ്ണുന്നങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാമരാമേതി ജപിക്കയും രാമ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്ന സീതാദേവിയെ കണ്ടു. ഞാൻ ഈ സീതാദേവിയുടെ അടുത്തേക്ക് പോവാം എന്ന് വിചാരിക്കുകയാണ്. ദിവസകരകുലപതി രഘുത്തമൻ തന്നെ ദേവിയാം സീതയെ കണ്ടു കവീവരൻ. ദിവസകരകുലപതി എന്നാണ് പറഞ്ഞത്. ഓരോ ദിവസങ്ങളെ നമുക്ക് മാറ്റി മാറ്റി തരുന്ന ആള്, അതാണ് സൂര്യൻ. ആ സൂര്യകുലത്തിൽ ജനിച്ചതായിട്ടുള്ള രഘുത്തമന്റെ ദേവി സീതാദേവിയെ കണ്ടു. കണ്ട് മനസ്സുകൊണ്ട് നമസ്കരിച്ചു. അദ്ദേഹം ചിന്തിക്കുക, ദിവസകരകുലപതി രഘുത്തമൻ കാര്യവും ദീനത എന്നിയെ സാധിച്ചിരുന്നു ഞാൻ. ആ സൂര്യകുലപതിയായിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ കാര്യം, സീതാദേവിയെ കാണുക എന്നുള്ള കാര്യം ഞാൻ സാധിച്ചു. എങ്ങനെ? ദീനമെന്നിയെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിലും അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പറയും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞു എന്ന് പറയും. ഇവിടെ ഹനുമാൻ ബുദ്ധിമുട്ടില്ലാണ്ടിരുന്നിട്ടുണ്ടോ? ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ബുദ്ധിമുട്ടായിട്ട് കരുതിയില്ല. അവിടുന്ന് സുഗ്രീവന്റെ ശ്രീരാമന്റെ അടുത്ത് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തന്നെ ഒരു രാക്ഷസൻ വരികയുണ്ടായി. ആ രാക്ഷസൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ശൂലത്തിന്റെ മുകളിൽ ഒരാനയെ കോർത്തിട്ട് ആനയെ ഇങ്ങനെ വിഴുങ്ങുക അത്രേ. ആനയെ വിഴുങ്ങുക. ഇപ്പൊ ചില ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കാണേണ്ടി വന്നിട്ടില്ല. ചിത്രങ്ങളിലും വീഡിയോയിലൊക്കെ ഭക്ഷണം ഓരോ കോല് കൊണ്ട് കുത്തിയെടുത്തിട്ട് വായിക്കുന്നത്. കൈകൊണ്ട് തൊടാൻ പോലും പറ്റില്ല, അത്ര വൃത്തികെട്ട ഭക്ഷണം തോന്നണം. കൈകൊണ്ട് തൊട്ടാൽ കൈ കഴുകേണ്ടി വരും വിചാരിച്ചിട്ടാന്ന് വെച്ചാൽ ഓരോ കോലുകൊള്ളി കൊണ്ട് കുത്തിയിട്ട് വായിലിട്ട് വിഴുങ്ങുക. സ്പൂണും മുള്ളും എന്നൊക്കെ പേരുണ്ട് അത്ര. ഭക്ഷണം കഴിക്കാൻ മുള്ള് വേണം അത്ര. മുള്ള് ഒഴിവാക്കുക ചെയ്യുക ഭക്ഷണത്തിൽ നിന്നൊക്കെ. പല കരടൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെയുള്ളത് കഴിക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ. ഇത് ആര് കാണിച്ചത്? എന്താ അസുരന്മാരുടെ സ്വഭാവമാണെന്നാണ് പറഞ്ഞത് അല്ലേ. ഏതെങ്കിലും ദേവന്മാര് കോലുകൊള്ളിയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടോ? കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നല്ലാണ്ട്, കൈകൊണ്ടല്ലാണ്ട് ഭക്ഷണം കഴിക്കരുത്. കൈയോട് തൊടാൻ പാടില്ലാത്തൊരു സാധനം എങ്ങനെയാണ് വായിക്കൊണ്ടാവുക? കൈ കഴുകിയ പോരെ. അല്ലെങ്കിൽ തുറക്കാനാണെങ്കിൽ തുറക്കാനുള്ള പേപ്പറും കിട്ടും. തുറച്ചാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ കൈ കഴുകിയാൽ മതി.
അസുരിക സ്വഭാവമാണ്. സ്വയം പ്രഭാഗതിക്ക് തൊട്ടു മുമ്പായിട്ട് കാണാം ഒരസുരൻ അവിടെ ആനയൊക്കെ ഇങ്ങനെ ഒരു കോല് കൊണ്ടാണ് കുത്തുക, വായിലിക്കിട്ട് വിഴുങ്ങുക, അങ്ങനെ ഒരു അസുരൻ വരിക അത്രേ. അപ്പോൾ വാനരന്മാർ വിചാരിച്ചു ഇതാണോ രാവണൻ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ചെന്ന് ആ അസുരനെ തല്ലി കൊന്നു അത്രേ. ഭദ്രകാളിയുടെ ഉഗ്രരൂപം പറയുന്നുണ്ട്. തിരുമാന്ധാംകുലമ്മയുടെ ആ ഒരു രൂപം പറഞ്ഞ സമയത്ത് അവിടെ പറയുന്നുണ്ട് ദേവിയുടെ ഒരു കമ്മല് ആനയാണ് അത്രേ. ഒരാനയെ ഒരു ചെവിയുടെ മുകളിൽ തൂക്കിയിടാൻ പറ്റുന്ന ദേവിയുടെ രൂപം ആലോചിച്ച് നോക്കൂ. ആ ദേവിയുടെ ശക്തി. ഒരു കാതില് സിംഹമാണ്. ഭഗവതിയുടെ കളമ്പാട്ടിന് കളം വഴുത്തത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. കാതിലാണ് ആ കാതിൽ സിംഹം. ഒരു കാതില് ആനയാണ് കടുക്കാനായിട്ട്, മറ്റേ കാലില് സിംഹമാണ്. അങ്ങനെ ആനയെ കോലില് പുറത്ത് തിന്നാൻ വരുന്ന രാക്ഷസനെയൊക്കെ കൊന്നിട്ട് അവിടെ തന്നെ ഒരു അസുരൻ രാക്ഷസന്റെ പ്രഭാവം നേടിയിട്ടുണ്ട് വന്നു. പഴഞ്ഞന്മാരൊക്കെ കൂടി തല്ലി കൊന്നു അവിടെ. അത് കഴിഞ്ഞിട്ടാണ് സ്വയംപ്രഭാദേവിയെ കണ്ട് ആ അനുഗ്രഹം വാങ്ങുന്നതും സ്വയംപ്രഭയുടെ കഥകളൊക്കെ പറയണത്. അത് കഴിഞ്ഞിട്ടാണ് സമ്പാദിയുടെ അടുത്തെത്തുന്നത്. സമ്പാദിയെ കാണുമ്പോഴേക്ക് തന്നെ പേടിക്കുകയെന്ന് വാനരന്മാരെല്ലാവരും കൂടിയില്ലേ, ഈ കഴുകൻ നമ്മളെയൊക്കെ ഇപ്പോൾ കൊന്നു തിന്നിയാണല്ലോ ഉണ്ടാകുക എന്ന് പറഞ്ഞ് പരിഭ്രമിക്കണം. പിന്നെ സമ്പാദിയിൽ നിന്നും ലങ്കയിലാണ് സീതാദേവി ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും എങ്ങനെ അവിടേക്ക് പോവുക എന്നുള്ള പരിഭ്രമങ്ങൾ. പിന്നെ ഹനുമാൻ ചാടാൻ പുറപ്പെട്ടപ്പോൾ സുരസ തുടങ്ങിയിട്ടുള്ള ആ തടസ്സങ്ങൾ, പരീക്ഷണങ്ങൾ, സിംഹികയുടെ പരീക്ഷണം, ലങ്കാലക്ഷ്മിയുടെ തടസ്സം, ഇങ്ങനെ തടസ്സങ്ങൾ ഒരുപാടുണ്ടായി. എന്നിട്ടും ഹനുമാൻ അവിടെ പറഞ്ഞ എന്താ, ദീനത എന്നിയെ സാധിച്ചതിന്നു ഞാൻ, ദീനങ്ങളൊന്നും ഇല്ലാണ്ട് ഞാൻ സാധിച്ചുല്ലോ എന്നാണ്. ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് സാധിച്ചു എന്നാണ്. ഒരു കാര്യം പൂർത്തിയാക്കി കഴിയുമ്പോൾ, വിജയിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലുള്ള തടസ്സങ്ങളൊക്കെ നിസാരമായിട്ട് തോന്നും. ഒരു വിധം ഞാൻ അവിടെ എത്തിക്കിട്ടില്ല. ഒരു വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയിൽ കുറേ ബ്ലോക്കും തടസ്സങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുമ്പുണ്ടായ തടസ്സങ്ങളൊക്കെ സാരമില്ല. 10ാം ക്ലാസ് തുടങ്ങുമ്പോഴേക്കും അടുത്ത കൊല്ലം 10ാം ക്ലാസ്സാണ്, അത് അടുത്ത കൊല്ലം 10ാം ക്ലാസ്സാണ് എന്ന് പറഞ്ഞു 9ാം ക്ലാസ്സിനെ തുടങ്ങും. ബാക്കിയുള്ളവരുടെ ആ ഒരു അടുത്ത കൊല്ലം 365 ദിവസം കഴിഞ്ഞിട്ട് വേണം 10ാം ക്ലാസ് ആവണമെന്നുണ്ടെങ്കിൽ 9ലേക്ക് പാസ്സായിട്ടേ ഉള്ളൂ. അടുത്ത കൊല്ലം 10ആണെന്ന് പറഞ്ഞാൽ പേടിപ്പിക്കാൻ തുടങ്ങും. നമുക്ക് ഞാൻ ജയിച്ചു കഴിഞ്ഞാലോ പിന്നെ ഈ 2 കൊല്ലം പേടിച്ചതൊക്കെയോ ഇത്രയേ ഉള്ളൂ 10ാം ക്ലാസ് പറഞ്ഞാലോ. ഇത് പറഞ്ഞ കേട്ടപ്പോൾ വിചാരിച്ചു വലിയ കാര്യം. ഇപ്പം നമ്മളെ സംബന്ധിച്ച് 10ാം ക്ലാസ് ജയിക്കുക പറഞ്ഞാൽ വല്ല പ്രയാസമുണ്ടോ? കാരണം നമ്മൾ ജയിച്ചു വന്നതാണ്. ജയിച്ചു വന്നതാകൊണ്ട് നമുക്ക് 10ാം ക്ലാസ് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പേടിയൊന്നുമില്ലേ. ഞാനൊക്കെ അത്യാവശ്യം 210 മാർക്ക് വാങ്ങിയിട്ട് ജയിച്ചിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് റാങ്ക് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ജയിച്ചു വന്നവരെ സംബന്ധിച്ച് അതിനിടയിലുള്ള തടസ്സങ്ങളൊക്കെ നിസാരമാണ്. ഇതാദ്യം മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത്. ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇടയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടാവും. ആ തടസ്സങ്ങളെ മുഴുവൻ ഞാൻ തരണം ചെയ്ത് വിജയിക്കും എന്ന നിശ്ചയം വേണം. മനസ്സിലാണ് ഉറപ്പിച്ചാൽ മതി, ഞാനത് നേടിയെടുക്കും. വിചാരിച്ചാൽ അല്ലേ, നടക്കുന്ന വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒരു കാര്യവുമില്ല. ഇനി നടക്കില്ല എന്ന് വിചാരിച്ചാലോ ഒന്നും നടക്കുകയില്ല. അതിനെന്താ വേണ്ടത്? നമ്മൾ എണീറ്റാൽ നടക്കുക വേണ്ടത്. എനിക്ക് പോവാൻ വയ്യ എന്ന് പറഞ്ഞിവിടെ ഇരിക്കുമ്പോൾ അവിടെ എത്തണമെങ്കിൽ എന്ത് വേണം? എണീക്കുക, നടക്കുക. അവിടെ എത്തും. നടന്നാൽ എത്താത്തതായിട്ട് സ്ഥലമൊന്നുമില്ല. ഈ ഗൂഗിൾ മാപ്പിലൊക്കെ ഇപ്പോൾ റൂട്ട് നോക്കുന്ന സമയത്ത് 3-4 ഓപ്ഷൻ കാണിക്കും. നിങ്ങൾക്ക് നടന്നു പോകണോ? നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഇത്ര മണിക്കൂർ കൊണ്ട് അവിടെ എത്താം. നടന്നു പോവുകയാണെങ്കിൽ ഇത്ര മണിക്കൂർ കൊണ്ട് എത്താം. കാറിനാണെങ്കിൽ ഇത്ര മണിക്കൂർ കൊണ്ട് എത്താം. ബൈക്കിനാണെങ്കിൽ ഇത്ര മണിക്കൂർ കൊണ്ട് എത്താം എന്ന് പറഞ്ഞ് ഗൂഗിൾ മാപ്പിൽ സമയം കാണിക്കും. ഇനിയിപ്പോൾ കാറ് കിട്ടിയില്ല, ബൈക്ക് കിട്ടിയില്ല എന്ന് വെച്ചാൽ പോകാണ്ടിരിക്കേണ്ട, നടന്നോളൂ അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഗുരുവായൂർക്ക് ഞാൻ അന്നേരം വെറുതെ നോക്കിയതാണ് ഗുരുവായൂർക്ക് എത്ര ദൂരം ഉണ്ടെന്ന്. അപ്പോൾ കാറിന് പോവുകയാണെങ്കിൽ 1 മണിക്കൂറും 16 മിനിറ്റ് കാണിക്കുന്നത്. നടന്നു പോവുകയാണെങ്കിൽ 9 മണിക്കൂർ മതി ഇത്ര. ഇനി ഹർത്താലൊക്കെ ഉള്ള ദിവസം എന്താ വെച്ചാൽ ഗുരുവായൂർക്കാണ് നടന്നോളൂ. രാവിലെ 9 മണിക്കൂറാണ് വേണ്ടത്. രാവിലെ ഒരു 3 മണിക്ക് എണീറ്റിട്ട് നടന്നാൽ മതി. വെയിലും ഉണ്ടാവില്ല. ഏതാണ്ട് അവിടെ ഉച്ചപൂജ ആകുമ്പോഴേക്കും അവിടെ എത്താം. ഹർത്താലല്ലേ, ഇവിടെ തിരക്കൊന്നും ഉണ്ടാവില്ല. നടന്നു പോണവരെ ഹർത്താൽ അനുകൂലികളാരും തടുക്കാറില്ല അല്ലേ. ബസ്സിൽ വാഹനത്തിലോ കാറിലൊക്കെ പോകുകയാണെങ്കിൽ ചിലപ്പോൾ ഉപദ്രവിച്ചു അല്ലെങ്കിൽ തടസ്സം ഉണ്ടാക്കി ദൂരെ. നടന്നു പോകുമ്പോൾ ഇപ്പോൾ ഗുരുവായൂർക്ക് പോകുക എന്ന് പറഞ്ഞാലും അവർക്ക് തടയാനൊന്നും പറ്റില്ല അല്ലേ. നടക്കണേനെ ഹർത്താലൊന്നും ബാധിച്ചിട്ടില്ല. അങ്ങനെ
നടക്കണം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്, പോയിട്ടില്ല. നടക്കണം, നടക്കാണ്ടിരിക്കുക. നമ്മൾ ശബരിമലയ്ക്ക് നടക്കണില്ലേ, നാ വയ്യാത്തവരെടുത്ത് കൊണ്ടുപോകണില്ലേ? ഉണ്ടാവുമെന്ന് ഇല്ലാണ്ടിരിക്കില്ല. ഇപ്പോൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ശബരിമലയ്ക്ക് നടന്നു വരുന്ന ആൾക്കാരില്ലേ? പത്തനംതിട്ടയുള്ള ആൾക്കാർ കാറെടുത്ത് പോകും ചിലപ്പോൾ, പക്ഷേ ആന്ധ്രാപ്രദേശിലും കർണാടകയിലൊക്കെ ഉള്ള ആൾക്കാർ നടന്നു വരുന്നുണ്ട് അല്ലേ. വരുന്ന വഴിക്ക് നമ്മുടെ അമ്പലത്തിൽ ഒക്കെ താമസിക്കാറുണ്ട്. അവർ ഒരു രാത്രി അവിടെ ഒരു വിശ്രമമായിട്ട് അവിടെ നിൽക്കാറുണ്ട്. നടന്നു പോകും, ചെരുപ്പ് പോലും ഇടാണ്ട് നടന്നു പോകണം അവർ. അപ്പം എന്താ വെച്ചാൽ ഭക്തിയുടെ ആ ഒരു തലത്തിലങ്ങ് എത്തിയാൽ പിന്നെ ഒരു കാലത്ത് ഈ വാഹനം ഇല്ലാത്ത കാലത്ത് നടന്നു തന്നെയല്ലേ പോയിരുന്നത്. പൂന്താനവും എഴുപ്പത്തൂരൊക്കെ പോയിരുന്നത് നടന്നിട്ട് തന്നെയല്ലേ. അന്ന് വാഹനം ഇല്ലാത്തതുകൊണ്ട് നടന്നു പോവുക, നടക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നടക്കാൻ മടിയാണ് ആൾക്കാർക്ക് എന്നേ പറഞ്ഞു വന്നത്. വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവസരങ്ങളുണ്ട്, നടക്കാൻ കാലുകൾ തന്നിട്ടുണ്ട്, വഴിയിൽ വിശ്രമിക്കാനായിട്ട് വിശ്രമ കേന്ദ്രങ്ങളുണ്ടാവും. ഇപ്പം ഞാൻ നടന്നു പോവുകയാണ്, എനിക്ക് കുറച്ച് വെള്ളം വേണം, നിങ്ങൾക്ക് ഭക്ഷണം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം തുറന്നുണ്ടാവില്ലല്ലോ ഹർത്താലിന്. ഏതെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ തരാണ്ടിരിക്കില്ല. ഭക്ഷണം വെള്ളം എന്താ വേണ്ട വെച്ചാൽ പോലും. പക്ഷെ എന്ത് വേണം, വേണമെന്നുള്ള ചിന്ത, ലക്ഷ്യം, അതെനിക്ക് നേടുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചാൽ അതിന് തടസ്സങ്ങളൊന്നുമില്ല. നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ അതിനെ തടയാൻ ഒരാളെ കൊണ്ടും ആവില്ല. ഇനി ആരെങ്കിലും തടയാൻ പുറപ്പെട്ടാൽ അവരനുസരിക്കും വേണ്ട. പ്രഹ്ലാദൻ നാമം ജപിക്കുമെന്ന് ഉറപ്പിച്ച സമയത്ത് അച്ഛനായിട്ടുള്ള ഹിരണ്യകശിപു തന്നെയായിരുന്നു തടസ്സം. സ്വന്തം അച്ഛൻ തടസ്സമായിട്ട് നിന്നിട്ടും പ്രഹ്ലാദൻ ആ തടസ്സത്തെയൊക്കെ അവഗണിച്ചുകൊണ്ട് നാമം ജപിച്ചില്ലേ. ഭഗവാൻ വന്നിട്ട് പ്രഹ്ലാദനെ എടുത്ത് മടിയിൽ വെച്ചില്ലേ, ഭക്തന്മാരിൽ വെച്ച് ഒന്നാമനായിട്ട് മാറ്റിയില്ലേ. അപ്പം എന്താ വെച്ചാൽ നല്ല കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാവും ധാരാളം. പാലാഴി മകൻ തുടങ്ങിയ സമയത്ത് കാളകൂട വിഷം വന്ന് തടസ്സം ഉണ്ടാക്കിയില്ലേ. പക്ഷെ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും, അതിനെ തരണം ചെയ്യണം. സീതാദേവിയെ കാണാനായിട്ട് ഹനുമാൻ പുറപ്പെട്ടു, തടസ്സങ്ങളൊക്കെ തരണം ചെയ്ത് സീതാദേവിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ദീനത എന്നിയേ, വലിയൊരു വാക്കാണ് ദീനത എന്നിയേ. ഇത്രയൊക്കെ തടസ്സം ഉണ്ടായിട്ടും ഹനുമാൻ പറഞ്ഞത് വിഷമൊന്നും ഇല്ലാണ്ട് ഞാൻ കണ്ടുല്ലോ എന്നുള്ളത്. എന്നാ നീ ദേവിയെ എങ്ങനെയാവുന്ന പരിചയപ്പെടുക? ഇതേവരെ കണ്ടിട്ടില്ല, ദേവിക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവുമോ? നീ പറഞ്ഞാൽ വിശ്വസിക്കുവോ? ഒരു കുരങ്ങൻ കടലിൽ ചാടി വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുകയോ? എന്തായാലും ദേവിയെ കാണാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ശബ്ദം കേട്ടത് അത്രേ. അസുരകുലാവര നിലയനത്തിൽ പുറത്തു നിന്നാശൂചില ശബ്ദഘോഷങ്ങൾ കേൾക്കായി. അസുരകുലവര നിലയനത്തിൽ നിന്നും, രാവണന്റെ കൊട്ടാരത്തിൽ നിന്നും ചില ശബ്ദകോലാഹലങ്ങൾ. നോക്കുമ്പോ രാവണന്റെ പുറപ്പാടാണ് അത്രേ. എങ്ങടാ പോണത്? ആ രാവണൻ വിഭുതകുലരിഭൂതശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കവി കുഞ്ചരൻ. അസുരകുലത്തിന്റെ വിബുധ കുലരിപു, ദേവന്മാരുടെ കുലം. ആ ദേവന്മാരുടെ കുലത്തിന്റെ റിപു, ശത്രുവായിട്ടുള്ള, അപ്പൊ അസുരകുലപതിയായിട്ടുള്ള, രാക്ഷസകുലപതിയായിട്ടുള്ള ദശമുഖന്റെ വരവ് കാണുകയാണ് അത്രേ. കണ്ടപ്പോ നല്ല അത്ഭുതം തോന്നിയത്രേ. കാരണം എന്താ വെച്ചാൽ അസുരസുര നിശിചരവരാങ്കന വൃന്ദവും അത്ഭുതമായുള്ള ശൃംഗാരവേഷവും, ധാരാളം അസുര സ്ത്രീകളൊക്കെ കൂടെ പരിചരിക്കാനായിട്ടുണ്ട്. പിന്നെ ആ രാവണന്റെ ദേഹം വളരെ വളരെ സുന്ദരമാണത്രേ. രാവണൻ നല്ല കാണാൻ ഭംഗിയുള്ളയാളാണ്. ഒരു മുഖമുള്ള ആളെ തന്നെ കാണാൻ സുന്ദരനാണെന്നുണ്ടെങ്കിൽ അതുപോലെ സുന്ദരമായ 10 മുഖങ്ങളോട് കൂടിയ ആള് രാവണൻ കേമൻ തന്നെയാണ്. സാധാരണ ചെറിയൊരു ശത്രുവൊന്നും അല്ലാതെ കൈലാസപർവ്വതം എടുത്ത് അമ്മാനമാടിയ ആളാ. നമുക്ക് കൈലാസത്തിലേക്കൊന്നും പോകാൻ തന്നെ പറ്റുന്നില്ല. പോണമെന്നുണ്ടെങ്കിൽ തന്നെ ഇന്ന് ചൈനയുടെ വിസയൊക്കെ വേണം അത്ര. ചൈനയിലായിരിക്കണത് അല്ലേ. ചൈനയിൽ ഇരിക്കുകയല്ല, ചൈനക്കാര് കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഭാരതത്തിൻ്റെയാണ് കൈലാസം. ശിവന് ചൈനയിൽ പോയിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നവരുടെ ചൈനയിൽ പോയിരിക്കേണ്ട കാര്യമുണ്ടോ മഹാദേവന്? സത്യമായിട്ടുള്ള ഭാരതത്തിലല്ലേ. ഭാരതമാണ് കൈലാസം വരെയുള്ള പ്രദേശം, ഭാരതം തന്നെയാണ്. ഭാരതത്തിന്റെ പല പല ഭാഗങ്ങളും അടർന്നടന്ന് പോയി, അല്ല അടർത്തി കൊണ്ടുപോയി ഭാരതമല്ല അല്ല എന്ന് പറഞ്ഞിട്ട്. അല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അതെ എന്നുള്ളത് തന്നെയാണ് സത്യം. ആ കൈലാസപർവ്വതം ഇന്ന് നേപ്പാളിൽ വഴി അത് ചൈനയിലെത്തണം.
ആ കൈലാസം ഹിമാലയം മുഴുവൻ ഭാരതത്തിൻ്റെയാണ്. ആ കൈലാസപർവ്വതത്തിലേക്ക് ചെന്ന് കൈലാസപർവ്വതത്തെ എടുത്ത് ഒരു കയ്യിലെടുത്തപ്പോൾ തോന്നി അങ്ങനെ എടുത്താൽ പോരാ, മറ്റേ കയ്യിലേക്ക് അങ്ങനെ മാറ്റുകയല്ല ഉണ്ടായത്. ഒരു കൈ കൊണ്ട് ഇട്ട് മറ്റേ കൈക്ക് അങ്ങനെ പിടിക്കുക. 20 കൈകളുണ്ടോ? 20 കൈകളെ കൊണ്ടും അമ്മാനമാടിയ ആളാണ് രാവണൻ. ചില്ലറക്കാരനൊന്നുമില്ല. അത് കണ്ട് സന്തോഷിച്ചാണ് രാവണന് ചന്ദ്രഹാസം കൊടുത്തത് മഹാദേവൻ. അങ്ങനെ തൻ്റെ വീടിനകത്താകെ അങ്ങനെ തകിടം മറച്ചു കഴിഞ്ഞാൽ അനുഗ്രഹിക്കുക ചെയ്യുക. അതിന് വേറൊരു കാര്യം ഉണ്ടായി ഇത്രേ. അവിടെ പാർവതി പരമേശ്വരന്മാർ തമ്മിൽ ഗംഗാദേവിയുടെ പേരും പറഞ്ഞുകൊണ്ട് ചെറിയൊരു അരോഗ്യം ഉണ്ടായ സമയമായിരുന്നു അത്രേ. പാർവതി ഞാൻ പിണങ്ങി പോവുകയാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോണ സമയത്താണ് ഈ കൈലാസമാകെ കുലുങ്ങിയത് അത്രേ. അപ്പോൾ പാർവതി വിചാരിച്ചു അത്രേ, അതെ ഈ കൈലാസം അങ്ങനെ കുലുങ്ങണത് കല്യാണം കഴിഞ്ഞ് വന്ന ഭാര്യ ദേഷ്യപ്പെട്ടാൽ മതി വീട് കുലുങ്ങാനായിട്ട്. കല്യാണം കഴിഞ്ഞ് വന്ന ഭാര്യ ആ വീട്ടിൽ ജനിച്ച പെൺകുട്ടി എത്ര ഒച്ചയിട്ടാലും ആ വീടിന് കുലുക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പെണ്ണ് ദേഷ്യപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തറവാടാകെ കുലുങ്ങും. അപ്പോൾ ഭർത്താവ് എന്ത് ചെയ്യും? ഈ വീട് പണ്ടേ മുത്തശ്ശന്മാരുണ്ടാക്കിയ വീടാ, കുലുങ്ങണ്ട വിചാരിച്ച് വേറൊരു വീടുണ്ടാക്കി പോയി താമസിക്കും അല്ലെ. അവിടത്തെ കുലുക്കൊന്നും ഇല്ലെന്ന്. ഇത് അത്ഭുതമൊന്നുമല്ല, ഇത് കൈലാസത്തിലൊന്നും ഉണ്ടായതാണ്. പാർവതിദേവി എന്നിങ്ങനെ പിണങ്ങിപ്പോകുമ്പോൾ ഈ മഹാദേവൻ ഇടയ്ക്കിടയ്ക്ക് ഗംഗാദേവി പാർവതി നിന്ന് മാറിക്കഴിഞ്ഞാൽ ഗംഗയെ എടുത്ത് മടിയിൽ വെച്ച് ലാളിക്കും ഇത്രേ. ഒരു ദിവസം അത് കഴിഞ്ഞ് പാർവതി അവിടെ നിന്ന് ഇങ്ങനെ വരണമെന്ന് കേൾക്കുമ്പോഴേക്കും വേഗം ഗംഗയെ എടുത്ത് തലയിൽ അവിടെ കെട്ടിവെക്കും. ഇങ്ങനെ ഒരു ദിവസം പാർവതി കണ്ടുകൊണ്ട് വന്നു എന്നാണ് അല്ലേ. എതിർ ഭാര്യയ്ക്ക് തയ്ക്കിയ ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് സല്ലപിക്കണത്. അപ്പോൾ ദേഷ്യപ്പെട്ട് പോവാൻ നോക്കുമ്പോൾ ആണ് കൈലാസം ഇളകണത് കണ്ടപ്പോൾ പാർവതിക്ക് മനസ്സിലായി ഇത്രേ, താനിങ്ങനെ കല്യാണം കഴിഞ്ഞു കൊണ്ടുവന്ന് താൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ആ തറവാടിന് കേടാണ്. അതുകൊണ്ടാണ് ആ തറവാട് കുലുങ്ങണത്. വേഗം തിരിച്ച് വരുമായിരുന്നു അത്രേ. വേഗം തിരിച്ചു വന്നു. ഇതേ സമയത്ത് പരമേശ്വരനും തോന്നിയിത്രേ, ആ ഭാര്യ അങ്ങനെ പിണങ്ങിപ്പോയത് കൊണ്ടാണ് കൈലാസം ഇങ്ങനെ കുലുങ്ങണത്. എന്തായാലും ഭാര്യ തിരിച്ചു വരാൻ കാരണമായത് എന്താ? രാവണൻ ആ കൈലാസത്തെ കുറിച്ച് കുലുക്കുകണ്ട. ഇത് പാർവതി പിണങ്ങിയിട്ട് പോകും. കൈലാസപർവ്വതം കുലുങ്ങണത് കണ്ടപ്പോൾ പാർവതി തിരിച്ചു വന്നു. അപ്പൊ പാർവതി തിരിച്ചു വരാൻ കാരണമായ ആ രാവണന് സന്തോഷം കൊണ്ട് അനുഗ്രഹം കൊടുത്തു അത്രേ. അങ്ങനെ ചന്ദ്രഹാസമൊക്കെ കൊടുത്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പാർവതിക്ക് മനസ്സിലായി, അപ്പൊ താൻ പോയതുകൊണ്ടല്ല കൈലാസം കുലുങ്ങിയത്, രാവണൻ പിടിച്ച് കുലുക്കിയത് കൊണ്ടാണ്. എന്തായാലും രാവണൻ പിടിച്ച് കുലുക്കൊണ്ടല്ലേ താൻ ഇങ്ങനെ തിരിച്ചു വന്നത്. അപ്പൊ തനിക്ക് ഭർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ കാരണക്കാരനായ രാവണനെ അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കാൻ ചെന്നു ഇത്രേ. അപ്പൊ രാവണൻ പറഞ്ഞു ഇത്രേ, ഒരു പെണ്ണിന്റെ അനുഗ്രഹമൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഇത്രേ. അങ്ങനെ സ്ത്രീകളായ സ്ത്രീകളെ മുഴുവൻ നീ അപമാനിക്കുകയാണല്ലേ, എന്നാ ഒരു സ്ത്രീ കാരണം നിന്റെ നാശം വരും എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി രാവണനെ ശപിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് നന്ദികേശ്വരൻ അല്ലേ, തൻ്റെ ദേവനാണല്ലോ പാർവതിയും മഹാദേവനും. അപ്പൊ തൻ്റെ ദേവന്റെയും ദേവിയുടെയും ആ ഒരു പിണക്കം മാറാൻ രാവണൻ കാരണക്കാരനായില്ലേ. എന്നാൽ രാവണനെ ഒന്ന് അനുഗ്രഹിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയത് അത്രേ നന്ദികേശ്വരൻ. ആ പറഞ്ഞു അത്രേ, ഈ കാട്ടിൽ കിടക്കുന്ന മൃഗങ്ങളുടെ അനുഗ്രഹമൊന്നും എനിക്ക് വേണ്ട. നന്ദികേശ്വരൻ കാളയാണല്ലോ, മൃഗങ്ങളുടെ അനുഗ്രഹമൊന്നും വേണ്ട, ഈ കുരങ്ങന്മാരെ പോലെ അങ്ങനെ ചാടി ചാടി നടക്കുന്ന എന്ന് പറഞ്ഞ് നന്ദികേശ്വരനെ കളിയാക്കി. അപ്പൊ നന്ദികേശ്വരൻ ശപിച്ചു അത്രേ, കാട്ടിൽ കിടക്കുന്ന ജീവജാലങ്ങൾ മൃഗങ്ങളൊക്കെ അങ്ങനെ മോശം എന്നാണോ നിന്റെ വിചാരം? എന്നാ ചാടി കളിക്കുന്ന ഒരു കുരങ്ങനും നിന്റെ നാശത്തിന് കാരണമാവട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു അത്രേ. മഹാദേവന്റെ അനുഗ്രഹം കിട്ടി. മഹാദേവന്റെ അനുഗ്രഹം മാത്രം പോരാ, ആരുടെയും വേണം, പാർവതിയുടെ അനുഗ്രഹവും വേണം. പക്ഷേ അത് സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് അവഗണിച്ചു. അതുകൊണ്ടാണ് സ്ത്രീ മൂലം നാശം ഉണ്ടായത് രാവണന്. പറയാറുണ്ട്, 2 കാര്യങ്ങളെ കൊണ്ടാണ് കലഹം എന്നാണ്. കനകം മൂലം, കാമിനി മൂലം, കലഹം പലവിധം ഉലകിൽ സുലഭം എന്ന് കുഞ്ഞുതമ്പ്യാര് പറഞ്ഞത് ഈ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെയുള്ള സ്ത്രീകള് കലഹം ഉണ്ടാക്കണമെന്നല്ല. ചിലക്കാർ പറയാറുണ്ട് സ്ത്രീകൾ മൂലമാണ് കലഹം, കനകം മൂലം, സമ്പത്ത് സ്വർണം മൂലമാണ്. ഇത് കാര്യം ചെയ്താൽ പോരെ, എന്നാൽ പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ സ്വർണം വേണ്ടാന്ന് വിചാരിച്ചാൽ പോരെ. അതെ, നീ വരുന്ന സമയത്ത് സ്വർണ്ണം ഒന്നും കൊണ്ടുവരണ്ട കേട്ടോ, കഴുത്തിലിടാനുള്ള താലി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് വേറെ സ്വർണ്ണമൊന്നും വേണ്ടാന്ന് വിചാരിച്ചാൽ പോരെ, വിചാരിക്കൂല്ലേ.
അത് വേണ്ട വിചാരിക്കൂല്ല. എത്രയുള്ളൂ ആഭരണങ്ങൾ എന്ന് ചോദിക്കുക എന്നല്ലാണ്ട് അത് വേണ്ടാന്ന് വിചാരിക്കില്ല. ഈ കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകി സുലഭം എന്ന് പറഞ്ഞത് രാമായണത്തെയും മഹാഭാരതത്തെയും എന്നും വായിക്കണം എന്നാണ് പറഞ്ഞത്. കാരണം കനകം മൂലം ഉണ്ടായ കലഹമാണ്. ഭൂമി, പാണ്ഡവന്മാരുടെ ഭൂമി അവർക്ക് കൊടുക്കാണ്ട് കൗരവന്മാർ കൈവശം വെച്ചതിൻ്റെ പേരിലുണ്ടായ ദുഃഖമാണ് മഹാഭാരത യുദ്ധം. കാമിനി മൂലം, ഭാര്യ മൂലം, ശ്രീരാമന്റെ ഭാര്യയിൽ രാവണന് മോഹം തോന്നിയത് കാരണം ഉണ്ടായതായ യുദ്ധമാണ് രാമായണം. അപ്പൊ രാമായണവും മഹാഭാരതവും വായിക്കണം, മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പാവം സ്ത്രീയെയും സ്വർണത്തെയും കുറ്റം പറയുക. ഒരു കുറ്റം ചെയ്യാത്തവര്, ജനിച്ച വീട്ടിൽ പോലും പണിയെടുക്കാത്തവര് കല്യാണം കഴിഞ്ഞ് ചെന്ന വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെ പണിയെടുക്കണു അവിടെ അല്ലേ? അലക്കുകാരൻ്റെ ജോലി ചെയ്യണം, ഡ്രൈ ക്ലീനിങ് ചെയ്യുന്നു അവിടെ. ഒരു മുണ്ട് ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്താൽ 50 റുപ്യ 60 റുപ്യ 100 റുപ്യ കൊടുക്കണം. എത്ര മുണ്ട് തിരുമ്പുന്നുണ്ട് ഒരു മാസം? ഭാര്യ മിനിമം 30 ഉണ്ടാവില്ലേ? ഓരോ ദിവസം ഓരോ മുണ്ട്. വൈകുന്നേരം മുണ്ട് മാറ്റുണ്ടെങ്കിൽ 60 മുണ്ട് തിരുമ്പുന്നുണ്ട്. വല്ല കാശും കൊടുക്കണ്ടോ അല്ലേ? അടിച്ചു പോയി തുടക്കാൻ ഒരാളെ വിളിച്ചാൽ എത്ര കാശ് കൊടുക്കണം മാസം? എന്ന് എഴുതി വെച്ചോളൂ. കുറച്ച് കാലം കഴിഞ്ഞിട്ടേ നീ പണിയെടുത്തിട്ട് സമ്പാദ്യമൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ, ഞാനല്ലേ പണിയെടുത്ത് കൊണ്ടുവരേണ്ടതെന്ന് ഞാൻ ഭർത്താവ് ചോദിച്ചാൽ എഴുതി വെച്ചു കൊടുക്കുക. ഓരോ മുണ്ട് തിരുമ്പുമ്പോഴും ഓരോ പാൻറ് തിരുമ്പുമ്പോഴും അല്ലേ? ഒരു പാൻറ്റിന് ഒരു 20 റുപ്യ അല്ലേ? അധികമൊന്നും വേണ്ട, ഭർത്താവിൻ്റെ അല്ലേ, അല്ലെങ്കിൽ കുട്ടികളുടെ അല്ലേ. കടയിൽ 100 റുപ്യ അണച്ചാൽ നിങ്ങളൊരു 10 റുപ്യ എഴുതി വെച്ചാലും മതി, എന്നാൽ തന്നെ ഉണ്ടാവും. എത്ര കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് നോക്കിയാൽ കാശ് കുറേ ഉണ്ടാവില്ലേ? ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് വർത്താനം പറഞ്ഞോളൂ. ഒരു ദോശയ്ക്ക് എത്ര റുപ്യ കടയിൽ പോയാൽ എത്ര ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു ഹോട്ടലിൽ പാചകക്കാരന് ഇത്ര കാശ് ചോദിച്ചു വെക്കുക. ആര് പറഞ്ഞത്? എവിടെ എഴുതി വെച്ചത്? ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ കാണിച്ചു തരൂ. നമുക്ക് ഋഷീശ്വരന്മാർ പറഞ്ഞു തന്ന പ്രമാണ ഗ്രന്ഥങ്ങൾ വേണം. അല്ലാണ്ട് തെറ്റ് പറയാറുണ്ട്. ഉദരനിമിത്തം ബഹുവൃതവേഷം, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ പല പണിയെടുക്കണതെന്ന്. ഭക്ഷണം കഴിക്കാനാണെങ്കിൽ മാസം 50,000 1 ലക്ഷമൊക്കെ ശമ്പളം കിട്ടാൻ ജോലിയുടെ ആവശ്യമുണ്ടോ? ഹോട്ടലിൽ പോയി ഊണ് കഴിക്കാനാണെങ്കിൽ തന്നെ അമ്പലങ്ങളിൽ പോയാൽ മതി, ഉച്ചയ്ക്ക് അന്നദാനം അവിടെ ഉണ്ടാവും. രാവിലെയും രാത്രിയും ഭക്ഷണം കഴിക്കാനായിട്ട് പരമാവധി ഒരു 200 റുപ്യ 300 റുപ്യ ഉണ്ടായാൽ മതി. ഭക്ഷണം കഴിക്കാൻ മാത്രമാണോ? ഭക്ഷണം കഴിക്കാനാണെങ്കിൽ വലിയ വീടിൻ്റെ ആവശ്യമുണ്ടോ? വലിയ കാറിൻ്റെ ആവശ്യമുണ്ടോ? വലിയ വലിയ സൗകര്യങ്ങളുടെ ആവശ്യമുണ്ടോ? വലിയ സുപ്രപഞ്ച കട്ടിലും സൗകര്യങ്ങളൊക്കെ ആവശ്യമുണ്ടോ ഭക്ഷണം കഴിക്കാൻ? ഭക്ഷണം കഴിക്കാൻ ഇത് പ്രമാണമല്ല. ശങ്കരാചാര്യര് കളിയാക്കിയും കൊണ്ട് പാടിയതാണ് ഉദരനിമിത്തം ബഹുകൃതവേഷം. വയറ് നിറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ വേഷം കിട്ടണു എന്ന് കളിയാക്കിയും കൊണ്ട് പാടിയതാണ്. ഇനി പറഞ്ഞതുണ്ട്, ഇന്നലെ പറഞ്ഞ ഒരു അബദ്ധം നാളെ പ്രമാണമായിട്ട് മാറിയേക്കാം. ആരോ പറഞ്ഞൊരു അബദ്ധം അത് പ്രമാണമായിട്ട് മാറുക. സന്ധ്യക്ക് രാമായണം വായിക്കാൻ പാടില്ല. പാടില്ല. എന്താ സംശയമില്ല? കാരണം എന്താ? സന്ധ്യക്ക് വേറെ കുറെ പണി ചെയ്യാനുണ്ട്. എന്ത് പണി ചെയ്യാനുണ്ട്? സന്ധ്യക്ക് സന്ധ്യാനാമങ്ങൾ ജപിക്കാനുണ്ട്. രാമായണം വായിക്കാറുണ്ട്. ഈ സന്ധ്യക്ക് വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വായിക്കാറില്ല. അപ്പോൾ ബാക്കി സമയമൊക്കെയോ? ഈ സന്ധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരം കുറച്ച് സമയമല്ലേ ഉള്ളൂ. ബാക്കി സമയത്തൊക്കെയോ? അത് എനിക്ക് സന്ധ്യക്ക് മാത്രമേ ഒഴിവുള്ളൂ. ബാക്കി സമയത്തൊക്കെ എന്താ പണി ചെയ്താൽ? പണിയൊന്നുമില്ല. സമയമില്ലാത്ത കുഴപ്പമില്ല, എനിക്ക് വായിക്കാൻ സൗകര്യമില്ല. അത് തന്നെയാണ്. വേണമെന്ന് തോന്നലില്ലാത്തതുകൊണ്ടാണ്. വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, എപ്പോൾ വേണമെങ്കിലും ആവാം. അതിന് പ്രമാണങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് പ്രമാണങ്ങൾ നമുക്കുണ്ട്. ആ പ്രമാണങ്ങളെ ഒന്നും സ്വീകരിക്കാണ്ട് ഇങ്ങനെ പറഞ്ഞു വരണു എന്ന് പറഞ്ഞുകൊണ്ട് അന്ധമായിട്ട് പറഞ്ഞു വന്ന കാര്യങ്ങൾ ചെയ്യുക. സ്ത്രീകളെ അങ്ങേയറ്റം ബഹുമാനിച്ച സംസ്കാരമാണ്. അപ്പോൾ സ്ത്രീകളുടെ ജോലിയാണ്, കല്യാണം കഴിഞ്ഞ് അവരുടെ ജോലിയാണ് അടുക്കളപ്പണി. എന്നിപ്പോൾ ഭർത്താക്കന്മാർ പറഞ്ഞാൽ ഭർത്താക്കന്മാരോട് പറയുക, പിതാ രക്ഷതി കൗമാരേ ഭർത്തോ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഈ പ്രമാണം പാലിക്കാൻ പറയുക അവരോട്. പ്രമാണം പാലിക്കാൻ പറയുക. എന്താ പാലിക്കേണ്ടത്? പിതാരക്ഷതി കൗമാരേ, ഒരു പെൺകുട്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാണ്ടേ കുട്ടിക്കാലത്ത് അച്ഛൻ സംരക്ഷിച്ചു കൊള്ളണം. ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല പെൺകുട്ടിക്ക്.
അച്ഛൻ സംരക്ഷിച്ചോളണം. ഭർത്തോ രക്ഷതി യൗവനെ, യൗവനകാലത്ത് ഭാര്യയ്ക്ക് ഒരു വിഷമവുമില്ലാണ്ട് ഭർത്താവ് സംരക്ഷിച്ചോളണം. ചോദിക്കുക, ഒരു വിഷമവുമില്ലാണ്ട് എന്നെ സംരക്ഷിക്കുന്നുണ്ടോ? ഒരു വിഷമവും ഇല്ലാണ്ട്, ചെറിയൊരു വിഷമം പോലും ഭാര്യയ്ക്ക് മനസ്സിൽ പോലും തോന്നാൻ പാടില്ല. ആ രീതിയിൽ ഭർത്താവിന്റെ കടമ ചെയ്യുന്നുണ്ടോ? പുത്രോ രക്ഷതി വാർദ്ധക്യേ, വാർദ്ധക്യകാലത്ത് അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വരാണ്ടേ പുത്രൻ സംരക്ഷിച്ചോളണം. നിയമമാണത്, പറഞ്ഞു വെച്ചത്, എഴുതി വെച്ചതാ. സ്ത്രീ സ്വാതന്ത്ര്യമർഹതി, സ്ത്രീകള് സ്വതന്ത്രമായിട്ട് തനിച്ച് ജീവിക്കേണ്ട കാര്യം. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒറ്റയ്ക്ക് നല്ലതല്ലേ? തനിച്ച് സ്വന്തമായിട്ട് പണിയെടുക്കുക, സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കുക, ജീവിക്കുക. അതെ, ഞാൻ സ്വതന്ത്രനാണ്. അങ്ങനെ സ്വതന്ത്രമായിട്ട് ജീവിക്കേണ്ട കാര്യമില്ല സ്ത്രീകള്. ഇതിനെ എന്താക്കി മാറ്റി? സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുത്. കാരണം എന്താ? അവരെ സംരക്ഷിക്കണം, ഒരു വിഷമവുമില്ലാണ്ട് സംരക്ഷിക്കണം. സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നല്ല, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് അവരെ മുറിയിൽ കൂട്ടിയിടുകയാണോ? അവര് പണിയെടുത്ത് പണമുണ്ടാക്കി ജീവിക്കേണ്ട കാര്യമില്ല. ഈ പണിയെടുക്കുന്നവരെടുത്തോട്ടെ, തടസ്സമൊന്നുമില്ല. ഞാൻ MBA കഴിഞ്ഞതാണ്, എനിക്ക് ബാങ്കിലെ ജോലി അല്ലെങ്കിൽ കോളേജിൽ ജോലി കിട്ടിയിട്ടോ ആയിക്കോട്ടെ, താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്ത്രീയുടെ സമ്പാദ്യം കൊണ്ടാവരുത് ജീവിതം. സ്ത്രീകളുടെ സമ്പാദ്യം അവർ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതെ, കാറൊന്ന് മാറ്റണം, ആയിക്കോട്ടെ, മാറ്റിക്കോട്ടെ, എന്തായാലും ഭാര്യയുടെ ശമ്പളമുണ്ട്, അത് ലോൺ അടച്ചു പൊക്കോളും, കുഴപ്പമൊന്നുമില്ല, സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചോളൂ. പക്ഷേ നിത്യജീവിതത്തിന് പുരുഷൻ കൊടുത്തോളണം സ്ത്രീക്ക്. ഇനി ഇത് മൂന്നുമില്ലാത്തവരുണ്ട്, അച്ഛനോ ഭർത്താവോ മക്കളോ ഇല്ലാത്ത സ്ത്രീകളുണ്ടെങ്കിൽ അവരെ രാജാവ്, ഭരണാധികാരി സംരക്ഷിച്ചോളണം. സ്ത്രീകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല, ഒരിക്കൽ പോലും ഒരു സ്ത്രീ വേദനിക്കാൻ പാടില്ല. ഒരാൾ ചോദിക്കണത് കേട്ടു, ഓരോരുത്തർക്ക് വായ തോന്നിയത് പറയുക, എന്നിട്ട് അത് കേട്ട് ലൈക്കും ഷെയറൊക്കെ വാങ്ങുക എന്നുള്ള സമ്പ്രദായം ഒന്നും കൂടുതൽ നടക്കുന്നുണ്ടല്ലോ. ഒരു വിദ്യാൻ ചോദിക്കുക ഒരു സ്ത്രീകളോട്, അതെ, ബസ്സില് വികലാംഗർക്ക് എന്ന് പറഞ്ഞ സീറ്റൊക്കെ സംവരണം ചെയ്തിട്ടുണ്ട് അല്ലേ? വൃദ്ധന്മാർക്ക് എന്നൊക്കെ പറഞ്ഞ സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ വികലാംഗരെ പോലെയൊക്കെ വൈകല്യമുള്ളവരാണോ സ്ത്രീകൾ എന്നാണ്. ആ കേട്ട പെണ്ണ് ചെകിട്ടത്തൊന്ന് കൊടുക്കുക വേണ്ടി വരുന്നത് അല്ലേ? അത് കൊടുക്കാത്തത് അവർക്ക് മഹാഭാരതവും രാമായണവും ഒന്നും കേട്ട് പരിചയമില്ല സ്ത്രീയാവും, അതുകൊണ്ട് കൊടുക്കില്ല. ആരെങ്കിലും ചോദിച്ചാൽ അപ്പം കൊടുത്തോളൂ ചെകിട്ടത്ത് കേട്ടോ. സ്ത്രീക്ക് പുരുഷന്റെ ചെകിട്ടത്തടിക്കാൻ അധികാരമുണ്ട്, ഒരു കുഴപ്പമില്ല. സ്ത്രീകളെ തല്ലിയാലേ കുഴപ്പമുള്ളൂ. സ്ത്രീകളെ ഒരു പുരുഷന്റെ ചെകിട്ടത്ത് അടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. എപ്പോൾ തല്ലണം? കള്ളു കുടിക്കാൻ പോകുമ്പോൾ തല്ലണം ഭർത്താവിനെ അല്ലേ? അതുകൊണ്ട് എൻ്റെ പ്രഭാഷണം പുരുഷന്മാർക്ക് അധികം ഇഷ്ടപ്പെടില്ല. കാരണം ഭർത്താവ് കള്ളു കുടിക്കാൻ പോകുമ്പോൾ ഭാര്യ താട്ടിച്ചവിടെ ഇടണം. എൻ്റെ ഭർത്താവായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ കള്ളു കുടിക്കരുത് എന്ന് പറയണം. എന്നാൽ ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ, അതെ, എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ് അല്ലേ, ഞാൻ നിങ്ങളുടെ പിന്നാലെ വരട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ പിന്നാലെ വന്നുവോ? എന്നെ അവിടെ വന്നിട്ട് കഴുത്തിൽ താലി കെട്ടി ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്ന എന്നെ സംരക്ഷിച്ചോളണം. എനിക്കും കുട്ടികൾക്കും കഴിക്കാനുള്ള കാശാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്, കള്ളുഷാപ്പിൽ കൊടുക്കാനുള്ള കാശല്ല, നിങ്ങളുടെ ശരീരം കേടുവരുത്താനുള്ള കാശല്ല എന്ന് ഓരോ ഭർത്താവിനെയും പറഞ്ഞ് നേരെയാക്കേണ്ട ചുമതല ആർക്കുണ്ട്? ഭാര്യയ്ക്കുണ്ട്. ഭാര്യയ്ക്കൊരു പേരുണ്ട്, സഹധർമ്മിണി എന്ന് ഇല്ലേ? ഭർത്താവിന് സഹധർമ്മൻ ആരെങ്കിലും വിളിക്കാറുണ്ട്? ഇല്ല. ഒരു വീട്ടിലെ ഭർത്താവിനെ നന്നാക്കേണ്ട ചുമതല അല്ലേ? ഇത് കേൾക്കുന്ന പല പുരുഷന്മാരുടെ അടുത്തിരിക്കുന്ന ഭാര്യമാരെ നോക്കണോ, നീ എന്നെ നന്നാക്കാൻ വരണ്ട കേട്ടോ പ്രഭാഷണം കേട്ടിട്ട് എന്ന് പറയുണ്ടാവുന്നു. പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഭർത്താവിന്റെ ഒരു ചീത്ത സ്വഭാവം ഉണ്ടെങ്കിൽ ഭാര്യയാണ് തെറ്റുകാരി. കാരണം ഭാര്യ നന്നാക്കേണ്ടവളാണ്. പുരുഷന്മാരുടെ സ്വഭാവം നന്നാക്കേണ്ടത് ഭാര്യമാരാണ്. കുട്ടിക്കാലത്ത് അമ്മയാണ് കുട്ടിയുടെ സ്വഭാവം നേരെയാക്കേണ്ടത്. യൗവനകാലത്ത് ഭർത്താവാണ് പുരുഷന്റെ സ്വഭാവം നേരെയാക്കേണ്ടത് അല്ലേ? നിങ്ങൾ ചെയ്യാറുമുണ്ട് അല്ലേ? ഭർത്താവ് ഇപ്പോൾ അടുത്ത വീട്ടുകാരനുമായിട്ട് കലഹിക്കാൻ പോവുകയായിരിക്കുക അല്ലേ? അപ്പോൾ നിങ്ങളെന്ത് പറയും? എന്തിനാ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുകയോടെ, എന്തിനാ പോയിട്ട് അവരോട് ബഹളം ഉണ്ടാക്കണം പറയാറില്ലേ? അത് തന്നെയല്ലേ നേരെയാക്കല്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ എന്തിനാ ഈ കള്ളു കുടിക്കാൻ പോണത്, കള്ളു കുടിച്ച് നശിക്കാൻ പോണത്? നിങ്ങളുടെ ആരോഗ്യം കേടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട്?
നിങ്ങൾ കാശ് മുഴുവൻ കള്ളുഷാപ്പിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എനിക്കും എൻ്റെ മക്കൾക്കും ഉള്ള കാശല്ലേ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കണത്? കേടുവരാനാണോ കാശ് ഉപയോഗിക്കേണ്ടത്? നന്നാവാനല്ലേ കാശ് ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിച്ച് ഉപദേശിച്ച് നേരെയാക്കണം. സാമം, ദാനം, ഭേദം, ദണ്ഡം മൂന്നെണ്ണം കൊണ്ടും പറ്റിയില്ല. ആദ്യം സൗമ്യമായിട്ട് പറയുക കള്ളു കുടിക്കരുത്. രണ്ടാമത് നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ മദ്യപിച്ച് വരരുത് എന്നുള്ളത്? പറഞ്ഞിട്ടില്ലേ ചോദിക്കുക. മൂന്നാമത്തെ തവണ വാതിൽ തുറക്കരുത് മദ്യപിച്ച് വന്നാൽ അവിടെ ഉമ്മർത്ത് കിടന്നോളാൻ പറയുക. നാലാമത്തെ തവണ മദ്യപിക്കാൻ പോകുമ്പോൾ ആട്ടി കൊടുക്കുക. ഭർത്താവിനെ ആട്ടിച്ചിട്ടായാലും മദ്യപാനം നിർത്തണം എന്നതാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും അത് അംഗീകരിച്ചോളണം എന്നില്ല അല്ലേ? വേണമെങ്കിൽ അടിച്ചോളം നിർത്തിക്കോളൂ. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കള്ളുപിടിച്ച് വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തല്ലിക്കോളാം, ഞാൻ മദ്യപിക്കാൻ പോകുന്നുണ്ടെങ്കിൽ. വേണ്ടാത്ത കാര്യം ഭാര്യ ചെയ്താൽ ഭർത്താവിന് തല്ലാനും, വേണ്ടാത്ത കാര്യം ഭർത്താവ് ചെയ്താൽ അങ്ങട് തല്ലാനും കൊടുക്കാൻ മാത്രമുള്ളതല്ല അടി. ഇങ്ങോട്ട് തല്ലിയാൽ വേണമെങ്കിൽ അവിടെ തെറ്റ് കണ്ട തെറ്റ് അവിടെ വെറുതെ ഇങ്ങോട്ട് തല്ലുമ്പോൾ തന്നെ അങ്ങോട്ട് തല്ലുകയല്ല, അവിടെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ശിക്ഷിക്കാൻ അധികാരമുണ്ട് അല്ലേ? ഇന്ന് സ്ത്രീക്കും പുരുഷനും തുല്യാവകാശം, തുല്യത വേണമെന്നല്ലേ പറഞ്ഞത്? എന്തിനായി സ്ത്രീകൾക്ക് ബസ്സിലൊക്കെ സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നത്? അവരെ ബഹുമാനിക്കുകയാണ്, അവരെ ബഹുമാനിക്കുക. കാരണം സ്ത്രീകൾ ബുദ്ധിമുട്ടരുത്. അത് ഭാരതത്തിന്റെ സംസ്കാരമാണ്. ഭാരതം പോലും ഭാരത അമ്മയായിട്ടാണ്, ഭാരതാംബയായിട്ടാണ് കണ്ടത്. അന്യ സ്ത്രീ മാതാ എന്നാണ് ഭാരതത്തിന്റെ സംസ്കാരം. ഭാര്യ അല്ലാണ്ടുള്ള എല്ലാ സ്ത്രീകളെയും അമ്മയെ പോലെ കണ്ടു പെരുമാറണം എന്നതാണ്. ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ നേരെ ദോഷഭാവം അല്ല കാണേണ്ടത്, തൻ്റെ അമ്മയോട് എങ്ങനെയാ പെരുമാറുക അതുപോലെ ബഹുമാനത്തോടു കൂടി ആണ് പെരുമാറേണ്ടത്. എന്നാൽ ഭാരതത്തിന് പുറത്ത് അങ്ങനെയല്ല. ഭാരതത്തിന്റെ പുറത്ത് അമ്മയല്ലാത്ത ആരെ വേണമെങ്കിലും ഭാര്യയാക്കാം. അഞ്ചാമത്തെ ഭർത്താവ്, ആറാമത്തെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കുക, ഡൈവേഴ്സ് ചെയ്യുക, വേറെ ആൾ കല്യാണം കഴിക്കുക, ഡൈവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞ് വിദേശ രാജ്യങ്ങളിലെ സംസ്കാരം അങ്ങനെയാ. ഭാരതത്തിൽ അങ്ങനെയല്ല. അത് കഥയിലേക്ക് ഒരുപാട് കിടക്കണം. മഹാഭാരത ദിവസം പ്രഭാഷണം വെച്ചോളൂ. പക്ഷേ മഹാഭാരതത്തിൽ വേറെ ഒന്നും കാണാനില്ല. 1,25,000 ശ്ലോകങ്ങളിൽ ഈ പാഞ്ചാലിക്ക് 5 ഭാര്യമാരുണ്ട് എന്നുള്ള ഒറ്റ ശ്ലോകത്തെ മാത്രം ചോദിക്കുമ്പോൾ ഇരിക്കും 41 ദിവസം രാമായണം മഹാഭാരതം കേൾക്കാൻ. 41 ദിവസം കൊണ്ട് മഹാഭാരതം വായിക്കണമെങ്കിൽ 40 ദിവസം വേണം. ഭാഗവതം 7 ദിവസം കൊണ്ട്, രാമായണം 9 ദിവസം കൊണ്ട് ഒക്കെയാണ് യജ്ഞങ്ങളായിട്ട് നടത്തുക. മഹാഭാരതം 41 ദിവസം വേണം. കാരണം വിശദമായിട്ട്, കാരണം പാഞ്ചാലിയുടെ മുൻ ജന്മങ്ങളിലേക്കൊക്കെ പോകണം, മുൻ ജന്മങ്ങളിലേക്ക് പോകണം. അപ്പോൾ ദശരഥന 3 ഭാര്യമാര്. ഇതിൽ ഓരോന്നിനെയും തത്വങ്ങളുമായിട്ടും ദശരഥന്റെ ഭാര്യമാരെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മളാണോ ദശരഥൻ എന്ന് പറയും. നമ്മളാണ് ദശരഥൻ. ആരാ? 10 ഇന്ദ്രിയങ്ങളെയും ജയിക്കാൻ സാധിച്ചാൽ ദശരഥനായിട്ട് മാറി. പഞ്ചേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങളെയും 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും ജയിക്കാൻ തയ്യാറായാൽ നമ്മൾ ദശരഥനായിട്ട് മാറി. നമ്മൾക്ക് 3 ഭാര്യമാര്. 3 ഭാര്യമാര്. സത്വഗുണം, രജോഗുണം, തമോഗുണം 3 ഭാര്യമാര്. സത്വഗുണമായിട്ട് കൗസല്യ, രജോഗുണമായിട്ട് സുമിത്ര, തമോഗുണമായിട്ട് കൈകേയി. നമുക്ക് 4 പുത്രന്മാര്, രാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാര് 4 പേര് നമുക്ക് പുത്രന്മാരായിട്ട്. ആരൊക്കെയാ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതാണ് 4 പുത്രന്മാര്. ധർമ്മം ശത്രുഘ്നൻ. എന്താ ധർമ്മം? ശത്രുക്കൾ ഇല്ലാണ്ടാവുക, മനസ്സിൽ ശത്രുബാധ ഇല്ലാണ്ടാവലാണ് ശത്രുഘ്നായിട്ട് മാറുക. പിന്നെ അർത്ഥം, സമ്പത്ത്, അതാണ് ഭരതൻ. എന്താ? തനിക്ക് അർഹതയില്ലാത്ത സമ്പത്ത് കിട്ടിയപ്പോൾ അത് വേണ്ട എന്ന് വെച്ച ഭരതൻ. 14 കൊല്ലം രാജ്യം ഭരിച്ചോളൂ പറഞ്ഞപ്പോൾ വേണ്ട, സമ്പത്ത് കിട്ടിയതല്ലേ, രാജ്യഭരണം കിട്ടിയതല്ലേ, വേണ്ട എന്ന് വെച്ച അർത്ഥമായിട്ടുള്ള ഭരതൻ. കാമം ലക്ഷ്മണൻ. എന്താ? ഏട്ടനെ മാത്രം, വേറെ ഒന്നുമില്ല ചിന്ത. ഏട്ടനൊരു വിഷമം വരരുത്, ഏട്ടൻ അച്ഛനെ തടവറയിലാക്കിയിട്ടാണെങ്കിലും ഏട്ടനെ ഞാൻ രാജാവാക്കാമെന്നുള്ള ലക്ഷ്മണന്റെ കാമം. ഏട്ടൻ എന്നുള്ള രാമൻ എന്നുള്ള ഒരൊറ്റ ചിന്ത, കാമം. അതുവഴി രാമനിലേക്ക് എത്താം, മോക്ഷത്തിലേക്ക് എത്താം, എല്ലാവരെയും രമിപ്പിക്കുക. രാമനായിട്ട് മാറാൻ നമുക്ക് പറ്റും. എല്ലാവരെയും സന്തോഷിപ്പിച്ചാൽ മതി. എല്ലാവർക്കും സന്തോഷം. സ്വയം ദുഃഖം അനുഭവിച്ചും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ടായാലും രാജ്യത്തുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കുക. രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ഇഷ്ടം നടപ്പിലാക്കുക. അതിനുവേണ്ടി താൻ ദുഃഖം അനുഭവിച്ചു എന്ന് വരും.
തനിക്ക് ദുഃഖം ഉണ്ടായി എന്ന് വരും, തൻ്റെ ഭാര്യയായിട്ടുള്ള സീതാദേവി ദുഃഖം അനുഭവിച്ചു എന്ന് വരും. കാരണം ഭാര്യ ദുഃഖിക്കുമ്പോൾ ഭർത്താവ് അതിൽ പങ്കാളിട്ട് പോകും. എന്താ, ഇടയ്ക്ക് ഈശ്വര ചിന്തയൊക്കെ വിട്ടിട്ട് മറ്റു പല കാര്യങ്ങളിലേക്ക് പോവും, അതുവഴി ദുഃഖം വരും. മായാമൃഗത്തിന്റെ സ്വർണത്തിന്റെ നിറത്തിലൊരു മാൻ ഉണ്ടാവില്ല എന്നുള്ളത് അറിഞ്ഞിട്ടും സീതാദേവി സ്വർണ്ണമാനെ വേണമെന്ന് തോന്നി. അതാണ് നമുക്ക് ഈശ്വരനെ വിട്ട് ഭൗതിക ജീവിതത്തിലേക്ക് പോവാൻ കാരണം. അവിടെ എന്തുണ്ടാവും? ദശവദനൻ. അവിടെ ഒരു ഭാഗത്ത് ദശരഥനാണെങ്കിൽ മറുഭാഗത്ത് ദശവദനനാണ്, 10 തലയുള്ള ആളാണ്. ദശരഥനാണ് ആവേണ്ടത്, ദശവദനല്ല. ഓരോ സമയത്തും ഓരോ ചിന്തയുള്ള ആളാണ് രാവണൻ. തല കൊണ്ട് 10 ചിന്തകളാണ്. പക്ഷെ ദശരഥൻ എന്ന് പറഞ്ഞാൽ 10 ഇന്ദ്രിയങ്ങളെയും ജയിച്ച ആളാണ്. ദശവദനന്റെ പിടിയിൽ പെടേണ്ടി വരണോ സീതാദേവിക്ക്? എങ്ങനെ? സന്യാസി വേഷത്തിൽ വന്നിട്ട് നമുക്ക് നന്മ ചെയ്യാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരും, നമുക്ക് അപകടം ഉണ്ടാക്കും. സീതയുടെ അടുത്തേക്ക് എങ്ങനെയല്ലേ രാവണൻ വന്നത്? സന്യാസിയായിട്ട് വന്നിട്ട് പഴങ്ങളൊക്കെ തരൂ, ഞാൻ അനുഗ്രഹിക്കാം. അല്ലേ, സന്യാസിക്ക് പഴങ്ങൾ കൊടുക്കുമ്പോൾ അനുഗ്രഹമല്ലേ കിട്ടുക? അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിച്ച് ചെന്ന് കിട്ടിയത് എന്താ? തളവറയാണ്. ഭർത്താവിന് വിട്ടുപോകേണ്ടി വരികയാണ്, ദുരിതമാണ് അനുഭവിക്കേണ്ടി വന്നത്. പിന്നെ ആര് വേണം? ഭക്തൻ വേണം വന്ന് രക്ഷിക്കാനായിട്ട്. ശ്രീരാമനല്ല ആദ്യം വന്ന് ആശ്വസിപ്പിച്ചത്, ഭക്തൻ ഹനുമാൻ സ്വാമി വന്നിട്ടാണ് സീതാദേവിയെ ആശ്വസിപ്പിച്ചത്. പേടിക്കണ്ട. സീതാദേവി രാവണന്റെ മുമ്പിൽ പറയുന്ന കാര്യങ്ങൾ ഹനുമാൻ സ്വാമി ആ മരത്തിന്റെ മുകളിൽ ഇരുന്നുകൊണ്ട് കേൾക്കുകയാണ്. രാവണൻ കേമനാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ തുടങ്ങിയത്. രാവണന്റെ കേമത്വം ശിവഭക്തനാണ്, ശിവന്റെ അനുഗ്രഹം നേടിയ ആളാണ്, സുന്ദരനാണ്, 10 തലയുള്ള ആളാണ്. ആ രാവണൻ സീതാദേവിയുടെ അടുത്തേക്ക് രാക്ഷസിമാരോട് കൂടി വന്നതിന് ശേഷം അവരോട് പറയുകയാണ്, സീതാദേവി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യവുമില്ല, കൊട്ടാരത്തിൽ വന്ന് എൻ്റെ പട്ടമഹിഷിയായിട്ട് കഴിഞ്ഞോളൂ. എന്തു ചെയ്താൽ മതി? സമ്മതം എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി എന്നെ വിവാഹം കഴിക്കാൻ. പിന്നെ അവിടെ നിന്ന് പറയുകയാണ്, മണ്ഡോദരിയാണ് ഞാൻ വിവാഹം കഴിച്ചതെന്നുണ്ടെങ്കിലും അതിൽ പുത്രന്മാരുണ്ട് എന്നുണ്ടെങ്കിലും ഈ പുത്രന്മാരൊക്കെ വിട്ട് എന്തായിട്ട് മാറാം? ഇവിടുത്തെ പട്ടമഹിഷി മണ്ഡോദരിയെ മാറ്റി ഞാൻ നിന്നെ ഇവിടുത്തെ പട്ടമഹിഷിയാക്കി മാറ്റാം. ലങ്ക മുഴുവൻ നിന്റെ കാൽക്കൽ വെക്കാം, ലങ്കയ്ക്ക് നിന്റെ പേര് നൽകാം എന്നൊക്കെ പറഞ്ഞ് രാവണൻ ഒരുപാട് വാഗ്ദാനങ്ങൾ ആ സീതാദേവിക്ക് കൊടുക്കുമ്പോ അവിടെ സീതാദേവിയുടെ വാക്ക് അനുസരണ മധുര രസവചന വിഭവങ്ങളാൽ ആനന്ദരൂപിണിയോടു ചൊല്ലിയിടിനാൻ. അനുസരിക്കാൻ വേണ്ടിയിട്ട് സീതാദേവി രാവണന്റെ ഇച്ഛാഭംഗം എന്ന ഒരു ഹെഡിങ്ങോട് കൂടിയുള്ള വാക്കുകളാണ്. അനുസരണ മധുരരസ വചന വിഭവങ്ങളാൻ ആനന്ദരൂപിണിയോടു ചൊല്ലിയിടിനാൻ. അനുസരണം, ഞാൻ പറഞ്ഞത് അതുപോലെ അനുസരിക്കണം. ചിന്തിച്ചുകൊണ്ട് മധുരരസ വചന വിഭവങ്ങൾ വിളമ്പി കൊടുക്കുക. എന്താ വിളമ്പി കൊടുത്തത്? മധുരമായ രസം ചേർന്ന വചനങ്ങളോട് കൂടിയിട്ട് മധുരം. രാവണനെയുള്ള മധുരം. സീതാദേവിക്ക് ഇത് കേട്ട് മധുരമൊന്നുമില്ല. സീതാദേവിക്ക് ഇത് വളരെ കൈപ്പേറിയതായിട്ടാണ് തോന്നുന്നത്. ശൃണുസുമുഖി തവചരണ നളിനദാസോസ്മ്യഹം ശോഭനശീലേ പ്രസീദ പ്രസീദമേ. ഒരു പെണ്ണിനോട് നമ്മൾ മോഹം തോന്നിക്കഴിഞ്ഞാണ്ടല്ലോ ആ പെണ്ണ് പറയണത് എല്ലാം കൂടി ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥയായിട്ട് മാറും. അല്ലേ, ഭാര്യയോട് ഇത്ര സ്നേഹം ഉണ്ടാവണമെന്നില്ല. ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്തോളണമെന്നില്ല. പക്ഷേ വേറൊരുത്തിയോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ അവൾ എന്ത് പറഞ്ഞാലും എൻ്റെ ഫോൺ റീചാർജ് ചെയ്തു, പിന്നെ എപ്പോൾ ചാർജ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങുകയാണ്. അത്ര ഭാര്യ ഫോൺ റീചാർജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 2 ദിവസമായി ഇതുവരെ ചെയ്ത് കൊടുത്തിട്ടില്ല. റീചാർജ് അല്ല, നിങ്ങൾക്ക് പുതിയ ഫോണിനെ വാങ്ങി തരാം. അല്ലേ, മറ്റൊരാളുടെ കാമം തോന്നിക്കഴിഞ്ഞാൽ അല്ലേ അങ്ങനെയൊക്കെയുള്ള ചിന്തകള് എന്താ? തവ ചരണ നളിന ദാസോസ്മ്യഹം ശോഭനാശീലേ. നിന്റെ ദാസനാണ് ഞാൻ എന്ന് പറയുക. ഭാര്യയോടൊന്നും ഇവരെ പറഞ്ഞിട്ടുണ്ടാവില്ല രാവണൻ. മണ്ഡോദരി നിന്റെ ദാസനാണ് പറഞ്ഞിട്ടുണ്ടാവില്ല. മണ്ഡോദരി മോശക്കാരിയൊന്നും അല്ല. അല്ലേ, ആ പഞ്ചകന്യാരത്നങ്ങളിൽ പെട്ട ആളാണ്. അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി. പഞ്ചകന്യാ സ്മരേ നിത്യം സർവപാപ പ്രമുച്ചതേ. മണ്ഡോദരിയൊക്കെ സ്മരിച്ചാൽ മതി പാപങ്ങളില്ലാണ്ടാവാൻ ദിവസേന. ആ പഞ്ചകന്യാരത്നങ്ങളിൽ 4 പേര് രാമായണത്തിലാണ്.
ആ ദ്രൗപദി മാത്രമേ ഉള്ളൂ മഹാഭാരതത്തില്. അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരിയിൽ ബാക്കി 4 പേരും, അഹല്യയും താരയും സീതയും മണ്ഡോദരിയും രാമായണത്തിലെയാണ്. ആ മണ്ഡോദരിയോട് പറഞ്ഞിട്ടില്ല, സീതയോട് പറയാ, സീതാദേവിയുടെ ദാസനായിട്ട് ഞാൻ മാറിക്കോളാം എന്ന് പറയുക. പല ദിക്കിലും ഞാൻ ധാരാളം സ്ത്രീകളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രേ സുന്ദരിയായിട്ടൊരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ദശരഥ നന്ദനല്ല നിനക്ക് യോജിക്കുക അത്രേ. കല്യാണം കഴിഞ്ഞൊരു പെണ്ണോട് പോയിട്ട് പറയുകയാണേ, ആ ഭർത്താവല്ല നിനക്ക് യോജിക്കുക, ഞാനാണ് യോജിക്കുക. നിങ്ങളോട് വന്നിട്ട് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക നോക്കൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ അല്ല വിട്ടിട്ട് എൻ്റെ കൂടെ പോരൂ. ഭാര്യയും കുട്ടികളൊക്കെ ഉള്ള ഒരാൾ വന്നിട്ട് പറയുക, സുമുഖി ദശരഥ തണയനാൽ നിനക്കേതുമേ സുന്ദരി കാര്യമില്ലെന്നു ധരിക്ക നീ. ദശരഥ നന്ദനെ കൊണ്ട് നിനക്ക് കാര്യമൊന്നുമില്ല, ഒരു സാധാരണ മനുഷ്യൻ അല്ലേ. ഒരമ്മയുടെ വാക്ക് കേട്ട് കാട്ടിലേക്ക് പോകേണ്ടി വന്ന ഒരാൾ. ഞാനാവുമ്പോൾ എന്നോട് അങ്ങനെ കാട്ടിലേക്ക് പോകാൻ പറഞ്ഞാൽ ഞാൻ കാട്ടിലേക്ക് പോകുന്നില്ല, ഞാൻ അവരെ കൊന്നിട്ട് അവിടെ രാജ്യം ഭരിക്കുകയുള്ളൂ. രാമനെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുക. രാമനല്ല നിനക്ക് യോജിക്കുക, ഞാനാണ് യോജിക്കുക. അതുകൊണ്ട് ഇനി ഈ വനത്തിൽ കഴിയേണ്ട കാര്യമില്ല, വന്നോളൂ. നിന്നെ പരിചരിക്കാനായിട്ട് ഇവിടെ അനവധി ദാസിമാരുണ്ടാവും. കീർത്തിഹീനനാണ് രാമൻ എന്ന് പറഞ്ഞ് രാമനിന്ദ ഒരുപാട് ചെയ്യുക അത്രേ. ശ്രീരാമനെ കൊണ്ട് ഒരുപാട് നിന്ദ ചെയ്യണ സമയത്ത് ഇത് ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ സാധിക്കില്ല. ഭർത്താവിനെ കുറിച്ച് ഭാര്യ കുറ്റമൊക്കെ പറയുന്നുണ്ടെങ്കിലും മറ്റൊരാൾ ഭർത്താവിനെ കുറ്റം പറയണത് സഹിക്കാൻ പറ്റില്ല. എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും ഭർത്താവിന്, എത്രയൊക്കെ നമ്മൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഭർത്താവിനെ കുറിച്ച് മറ്റൊരാൾ കുറ്റം പറഞ്ഞത് കേൾക്കാൻ സാധിക്കില്ല. ഇന്ന് സീതാദേവിക്ക് എങ്ങനെ സാധിക്കും? രാവണൻ പറയേ, കളയരുത് സമയമിഹ ചെറുതു വെറുതെ മമ കാന്തേകളത്രമായി വാഴുക നീ സന്തതം. എൻ്റെ കൂടെ വന്നിട്ട് കുട്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ട് കഴിയൂ എന്ന് പറയുക. അവിടുന്ന് സീതാദേവിയുടെ ഒരു വാക്കുണ്ട്, പറയുക മാത്രല്ല അത്രേ, അവിടെ വിവിധമിതി ദശവദനൻ അനുസരണപൂർവകം വീണു തൊടൂതപേക്ഷിച്ചോരനന്തരം. രാവണൻ സീതാദേവിയുടെ മുമ്പിൽ തൊഴുത് അപേക്ഷിച്ചു അത്രേ. ആലോചിച്ച് നോക്കുക, ആ രാവണൻ സീതാദേവിയുടെ മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരവസ്ഥ. എന്തിനു വേണ്ടിയിട്ട്? കാമത്തിന് വേണ്ടിയിട്ട്. സീതാദേവിയെ കല്യാണം കഴിച്ച് സീതാദേവിയോട് കൂടി കഴിയാൻ വേണ്ടിയിട്ട് ലോകം മുഴുവൻ ജയിച്ചയാള് എന്ന് പറഞ്ഞ രാവണൻ സീതാദേവിയുടെ മുമ്പിൽ തൊഴുത് അപേക്ഷിക്കുക. വേറെ ആരുടെയെങ്കിലും മുമ്പിൽ അങ്ങനെ ഒരു അപേക്ഷ ഉണ്ടായിട്ടുണ്ടോ? ശിവന്റെ അടുത്ത് പോലും ചെന്ന് കൈലാസ അമ്മാനമാടുക ഉണ്ടായത്. അപ്പോൾ തൊഴുത് അപേക്ഷിക്കുകയല്ല. നോക്കൂ, സ്ത്രീത്വത്തിന് കാമത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തൻ്റെ നിലയും വിലയും ഒക്കെ മറക്കുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ രാവണൻ ഒരു പെണ്ണിൻ്റെ മുമ്പിൽ പോയിട്ട് ഞാൻ നിന്നെ തൊഴുത് അപേക്ഷിക്കുക, എൻ്റെ ഭാര്യയാവും എന്ന് പറഞ്ഞ് പോയിട്ട് തൊഴുത് അപേക്ഷിക്കുക രാവണൻ. അവിടെ സീതാദേവിയുടെ വാക്കെന്താ? ജനകജയുമവനോടതിനിടയിലൊരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിയിടണ. ഒരു പുൽക്കൊടി അവിടെ നിർത്തി അവൻ്റെ മുമ്പിൽ ഇട്ട് പറഞ്ഞു, ഈ പുൽക്കൊടിയെ കടന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നീ ദഹിച്ചു പോകുന്നാ പറഞ്ഞത് അല്ലേ. അതാണ് സ്ത്രീത്വത്തിന്റെ ശക്തി. പുരുഷനല്ല ശക്തി എന്നുള്ള പേരാർക്കാ? അത് ശിവനല്ല, പാർവതിക്കാണ് ശക്തി എന്നുള്ള പേരുള്ളത്, സ്ത്രീക്കാണ്. പുരുഷന്റെ കയ്യിൽ സമ്പത്തൊന്നുമില്ല അല്ലേ. ഇത് പറഞ്ഞാൽ പിന്നെയും പുരുഷന്മാർക്ക് ദേഷ്യം വരും. പറയാണ്ടിരിക്കാൻ പറ്റുമോ? പുരുഷന്മാർ ശമ്പളം കിട്ടിയാൽ അത് ഒന്നിച്ച് ഭാര്യയുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പുരുഷന്മാർക്ക് ഇഷ്ടാവുക? മഹാവിഷ്ണു അങ്ങനെയാ ചെയ്യണത്. മഹാവിഷ്ണുവിന്റെ കയ്യിലൊക്കെ വല്ല കാശും ഉണ്ടോ? കാശൊക്കെ ആരുടെ അടുത്താ? ലക്ഷ്മിയുടെ അടുത്തല്ലേ. ഒന്നിലും ഗുരുവായൂർക്ക് പോക്കൽ നിർത്തുക, അല്ലെങ്കിൽ ഗുരുവായൂർക്കും ചെയ്യുന്നത് പോലെയൊക്കെ ഭാര്യയെ ഏൽപ്പിക്കുക. അങ്ങോട്ട് പോക്ക് നിർത്തുകയും ഭേദം. ഗുരുവായൂരപ്പന്റെ ഭക്തന്മാരാണെങ്കിൽ മഹാവിഷ്ണു ചെയ്യുന്നത് പോലെ ചെയ്യണ്ടേ? മഹാവിഷ്ണു എടുത്തുകൊണ്ട് എന്തെങ്കിലും കാശി വേണേ ഭഗവാനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, കാശുമില്ല. ആരുടെ കയ്യിലാ? ഭാര്യയുടെ കയ്യിലാണ്. എന്നിട്ടാ പറഞ്ഞത് സ്ത്രീകൾക്ക് നമ്മുടെ സംസ്കാരത്തിൽ സ്ഥാനം കൊടുത്തിട്ടില്ല. എല്ലാ കാശ് മുഴുവൻ ഭാര്യയുടെ കയ്യിലാണ്. ഇനി ബ്രഹ്മാവിന്റെ കയ്യിൽ 4 വേദങ്ങളുണ്ട് അല്ലേ. ഒരക്ഷരം പഠിപ്പിക്കാൻ ബ്രഹ്മാവിനെ കൊണ്ട് പറ്റുക? സരസ്വതിയുടെ അനുഗ്രഹം വേണ്ടേ പഠിക്കണം എന്നുണ്ടെങ്കിൽ? സരസ്വതി അനുഗ്രഹിക്കേണ്ട 4 വേദങ്ങളും ബ്രഹ്മാവ് തന്നുകൊണ്ട് കാര്യമുണ്ടോ? ആരനുഗ്രഹിക്കണം? ബ്രഹ്മാവിന്റെ ഭാര്യ എവിടുന്ന് അനുഗ്രഹിക്കണം. എന്നിട്ടാ പറഞ്ഞത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത സംസ്കാരമാണ് അത്ര ഭാരതത്തില്. സ്ത്രീകളുടെ സർവം സമർപ്പിച്ച സംസ്കാരമാണ് ഭാരതത്തില്.
മഹാദേവന് ശക്തി എന്ന പേരുണ്ട്. വലിയ ശക്തനാണ്, സംഹാരമൂർത്തിയാണ്. പക്ഷെ ശക്തി എന്നുള്ള പേരാർക്കാ അത് പാർവതിക്കാനുള്ളത്. എന്നിട്ട് പറയുക സ്ത്രീകൾക്ക് ശക്തിയില്ല, ബലമില്ല എന്ന്. അതിന് പുരാണങ്ങൾ വായിക്കണം, ത്രിമൂർത്തികളെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്ന് പറഞ്ഞതുപോലെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ എന്തിന് രാവിലെ എണീക്കുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു തരണോ? ശക്തിയെയും സമ്പത്തിനെയും വിദ്യയെയും നമസ്കരിക്കൂ. എവിടെ? നമ്മുടെ കയ്യില്. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതേ ഗൗരി, പ്രഭാതേ കരദർശനം. കയ്യിലാണ് സരസ്വതിയും ലക്ഷ്മിയും പാർവതിയും ഇരിക്കുന്നത്. സ്വന്തം കയ്യിലെ സമ്പത്തും വിദ്യയും ശക്തിയും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കഴിവുണ്ട്, സമ്പത്തുണ്ട്, ശക്തിയുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് രാവിലെ എണീപ്പിക്കണു. ആര് പറയണു കഴിക്കുമ്പോ? ഈ അമൃത വിദ്യാലയങ്ങളോ വിദ്യാനികേതനോ സായിബാബയുടെ സ്കൂളുകളോ തുടങ്ങിയിട്ടുള്ള ചില വിദ്യാലയങ്ങളിൽ മാത്രം പഠിപ്പിക്കുക എന്നല്ലാണ്ട് വേറെ സർക്കാർ സ്കൂളുകളിലൊന്നും സ്വന്തം കൈ നോക്കിയിട്ട് സരസ്വതിയെയും പാർവതിയെയും ലക്ഷ്മിയെയും കണ്ടുകൊണ്ട് വേണം എണീക്കാൻ എന്ന് പഠിപ്പിക്കുകയോ? അത് സത്സംഗങ്ങളിലേ പഠിപ്പിക്കുള്ളൂ. സത്സംഗങ്ങളിലൂടെ പഠിച്ചതിനെ പാലിക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ കഴിവില്ല. ആരെ പറഞ്ഞു? കരമധ്യേ സരസ്വതി എന്ന് പറഞ്ഞുകൊണ്ടല്ലേ രാവിലെ എണീറ്റത്. ഇരുന്ന് പഠിക്കാൻ നോക്കുമ്പോൾ അത് ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിയാട്ടോ, എൻ്റെ ഉള്ളിൽ സരസ്വതി ഇന്നുണ്ട്, ഞാൻ വായിക്കാൻ പോവാണ്, പഠിക്കാൻ പോവുകയാണ്. സരസ്വതിയെ ചിന്തിച്ചും കൊണ്ട് പഠിക്കാൻ പുറപ്പെട്ടാൽ ഒരു പ്രയാസവും ഇല്ല. അയ്യോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. കരമൂല സ്ഥിതേ ഗൗരി, ശക്തി പാർവതി, ശക്തി എൻ്റെ കയ്യിലുണ്ട് എന്നല്ലേ പറഞ്ഞത്. പിന്നെ ഞാൻ പ്രവർത്തിച്ചാൽ, ആ ശക്തിയെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ, കടാമ്പുഴ അമ്മയെ ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ ഏത് പ്രവൃത്തിയും വിജയിക്കും. അയ്യോ എനിക്ക് വരുമാനമൊന്നുമില്ല കേട്ടോ. പിന്നെ കരാഗ്രേ വസതേ ലക്ഷ്മി, കയ്യിൻ്റെ അഗ്രത്തിൽ തന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞുകൊണ്ടാണ് രാവിലെ പണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എണീറ്റത്. എന്നിട്ട് പണം ഇല്ല എന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ മതി. ശക്തിയും വിദ്യയും സമ്പത്തിനെ ഉണ്ടാക്കി തരും. വിദ്യ വേണം അല്ലെ, അറിവ് വേണം, ശക്തി വേണം. അറിവ് മനസ്സുകൊണ്ടും ശക്തി ശരീരം കൊണ്ടും പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാവും? ലക്ഷ്മി ഉണ്ടാവും, സമ്പത്തുണ്ടാവും. ഇത് ഓരോരുത്തരും രാവിലെ ദിവസവും എണീക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ ആർക്ക് അറിയ പോലുമില്ല. പിന്നെ എന്തിനാ പേടിക്കണത്? ആരെ ഓർത്തിട്ടാ? ആകെ 36,500 ദിവസമേ നമുക്ക് ആയുസുള്ളൂ. 100 കൊല്ലം ജീവിക്കുകയാണെങ്കിൽ 365 ദിവസമല്ലേ ഉള്ളൂ ആകെ ഒരു കൊല്ലത്തില്. അപ്പൊ 100 കൊല്ലാണെങ്കിൽ 2 പൂജ്യം ഇട്ടാ പോരെ. 100 കൊണ്ട് കുടിക്കാൻ പെട്ടെന്ന് വിദ്യ പഠിപ്പിച്ചു തന്നിട്ടില്ലേ കണക്ക് ടീച്ചർ? ഈ പ്രഭാഷണം കേൾക്കുന്നവരിൽ ആരെങ്കിലും കണക്ക് ടീച്ചർമാരുണ്ടാവും എവിടെയെങ്കിലും അല്ലേ? അവർക്ക് അഭിമാനിക്കാം, ഞങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇവിടെ ആചാര്യം പ്രഭാഷണത്തിൽ പറഞ്ഞുല്ലോ അല്ലേ. 10 കൊണ്ട് കുടിക്കാൻ 1 പൂജ്യം ഇട്ടാൽ മതി, 100 കൊണ്ട് കുടിക്കാൻ 2 പൂജ്യം ഇട്ടാൽ മതി. അല്ലാണ്ട് അങ്ങനെ 1 × 0 6 × 0 എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഗുണിച്ച് കൂട്ടിയിട്ടുണ്ടോ വല്ല ആവശ്യമുണ്ടോ? ഇല്ല. 365 ദിവസമേ ഒരു കൊല്ലത്തിലുള്ളൂ. ഒരു ജീവിതത്തിൽ 100 കൊല്ലം ആയുസ് ഉണ്ടെങ്കിൽ 36,500 ദിവസം. അതിൽ നേരെ പകുതി രാത്രിയായിട്ട് ഉറങ്ങിപ്പോയില്ലേ? കുറച്ചു കാലം വിദ്യാഭ്യാസമായിട്ട് പഠിക്കാൻ എന്ന് പറഞ്ഞ് വേറെ ചിന്തയൊന്നും ഇല്ലാണ്ട് പോയി അല്ലേ. ജോലിയോ കാശുണ്ടാക്കാനോ പച്ചക്കറി പലചരക്ക് വാങ്ങാനോ ഒന്നും ചിന്തയില്ലാത്ത കുറച്ച് കാലമില്ലേ കുട്ടിക്കാലത്ത് അല്ലേ. അമ്മ എന്തെങ്കിലും പോയിട്ട് ഒരു പപ്പടം വാങ്ങിക്കൊണ്ടു പോകാന്ന് പറഞ്ഞാൽ പോയി വാങ്ങിക്കൊണ്ടുവരാന്നല്ലാണ്ട് നല്ല വെണ്ടയ്ക്ക് നല്ല വഴുതിനൊക്കെ തിരഞ്ഞെടുക്കാൻ പഠിച്ചിട്ടുണ്ടോ സ്കൂളിൽ? ആ കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇല്ല, അതൊന്നുമില്ല. ചിന്തയൊന്നും വേണ്ട. അങ്ങനെ കുറച്ചു കാലം പോയി. പിന്നെ വയസ്സായിട്ടുള്ള കുറച്ചു കാലം അതൊന്നിനും വയ്യാണ്ട് കേട്ടും പോയി. കടാമ്പുഴമേ തോന്നണമെങ്കിൽ ഇറങ്ങി പോണമെന്നുണ്ടെങ്കിൽ തന്നെ വരും 20 മിനിറ്റ് 2 മണി ഇരിക്കട്ടെ. അമ്മ വിളിച്ചു. സാധാരണ വൈകിണ കാലത്തൊക്കെ പടി ഇറങ്ങിയപ്പോൾ വർത്താനം പറഞ്ഞുകൊണ്ടാ പോരുത്. വയ്യാണ്ടായപ്പോൾ 4 പടി ഇറങ്ങിയപ്പോഴേക്കും അവിടെ ഇരുന്നിട്ട് നാളീരം മുട്ടാനുള്ളവർക്ക് ഇരിക്കാനുള്ള കസേര അവിടെ ഉള്ളത് ബെഞ്ചാണ്. നാളീരം മുട്ടാൻ നിൽക്കുന്നവർക്ക് എന്നാലും അവിടെ നിന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് അല്ലേ. ശോഭാ സിറ്റിക്കാര് വഴിപാടായിട്ട് സമർപ്പിക്കുന്ന ഒരു പടിയിൽ അല്ലേ അവിടെ ഇരുന്നു കൊണ്ട് കുറച്ച് വിശ്രമിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. എന്തേ? വയ്യാണ്ടായിട്ട്. ആ വയ്യാണ്ടായ കാലത്തും വേറൊന്നും ചെയ്യാനില്ല. ഇതിനിടയിലുള്ള കുറച്ച് യൗവനകാലം മാത്രമേ ഉള്ളൂ. ആ യൗവനകാലത്ത് വേണം നമുക്ക് എന്തെങ്കിലും പണം സമ്പാദിക്കാനും വയ്യാണ്ടാവുന്ന കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റി വെക്കാനും. പഠിക്കാൻ സമ്പത്തൊന്നുമില്ല, പഠിച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. സമ്പാദിക്കാം. എന്ത് വേണം? പഠിച്ച വിദ്യ കൊണ്ടാവണം. അറിയാത്ത പണിയെടുത്തിട്ട്
കാശ് വാങ്ങരുത്. അറിയുന്ന പണിയെടുത്തിട്ടേ കാശ് വാങ്ങാവൂ. പിന്നെ കുറച്ച് അവനവന് വേണ്ടി തന്നെ മാറ്റി വെക്കണം, ബാക്കി ചെലവാക്കാവൂ. കിട്ടുന്നത് മുഴുവൻ ചെലവാക്കരുത്. കാരണം അവസാന കാലത്ത് അത് ഉണ്ടാവില്ല എന്ന ചിന്തയോട് കൂടിയാണ് ജീവിക്കാൻ. അല്ലെ, പറഞ്ഞില്ലേ, തനിക്ക് താനും പെരക്ക് തൂണും. തനിക്ക് താൻ തന്നെ ഉണ്ടാവുള്ളൂ. അവരുടെ മക്കളൊന്നും സംരക്ഷിക്കുമെന്ന് ഒരു കാലത്തും കാര്യമില്ല. കാരണം പെൺകുട്ടി കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ കൂടെ മാറും. വ്യത്യാസമുള്ളൂ. മുമ്പൊക്കെ പെണ്ണെ താമസം മാറിയിരുന്നുള്ളൂ കല്യാണം കഴിഞ്ഞാൽ. അങ്ങനെയല്ല, ആണും പെണ്ണും ഒരുപോലെ അവിടെ മാത്രം പാലിക്കുന്നുണ്ട് അത്രേ. അല്ല, അവിടെ ആണും പെണ്ണും ഒരുപോലെ. പെണ്ണാണെങ്കിൽ പിന്നെ ഭർത്താവിന്റെ കൂടെ പോണ്ടേ. ആണാണെങ്കിൽ ഭാര്യയും കുട്ടി വേറെ പോയി താമസിക്കും. കുഴപ്പമൊന്നുമില്ല, താമസിച്ചോട്ടെ. ഞാൻ പറയാറുണ്ട്, കല്യാണം കഴിയുമ്പോൾ സഹോദരന്മാരൊക്കെ വേറെ വേറെ വീടുണ്ടാക്കി താമസിക്കണം. വീട് വേറെയാവണം, പക്ഷെ മനസ്സ് വേറെ ആവരുത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഏട്ടനും അനിയനും ചെറിയ അനിയനും കല്യാണം കഴിച്ച് 3 പേരുടെ ഭാര്യമാരും കൂടി കുറെ തല്ലിയിട്ടാണ് വേറെ വീടുണ്ടാക്കി പോവാറ്. വേറെ വീടുണ്ടാക്കണം എന്ന് കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ മാറായിരുന്നില്ലേ? എന്തിനാ ഈ കലഹിച്ചിട്ട് മാറണത്? സന്തോഷത്തോടു കൂടി മാറിക്കൂടെ? സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ വീട് വേണമെങ്കിൽ വേറെ ഉണ്ടാക്കി താമസിച്ചോളൂ ഏട്ടനും അനിയനൊക്കെ, പക്ഷേ മനസ്സ് വേറെ ആവരുത്. സ്നേഹത്തോടു കൂടി വേണം. അതിന് പകരം തെറ്റിയിട്ടാണ് വീട് ഭാഗം വെച്ചുകൊണ്ട് പറമ്പൊക്കെ ഭാഗം വെച്ച് വേറെ വീടുണ്ടാക്കി താമസിക്കുക വെച്ചാൽ രാവിലെ എണീറ്റാൽ തന്നെ കാണുക അപ്പുറത്തെ ദേഷ്യത്തോടു കൂടി പിണങ്ങി നിൽക്കണം അനിയന്റെ വീട്. അല്ലേ, സ്നേഹമുള്ള കാലത്ത് മാറിയിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കിയാൽ ദേഷ്യം ഉണ്ടാവുമോ? ഇല്ല. ചോദിക്കുക, അപ്പൊ അനിയന്റെ ഭാര്യയെ കാണുമ്പോഴേക്ക് സ്നേഹത്തോടു കൂടി ആണ് താമസം മാറിയതെന്നുണ്ടെങ്കിൽ ഇതിപ്പോ എന്താ കൂട്ടാൻ? അതോ ഒന്നിപ്പോ എനിക്ക് തീരെ വയ്യ, പനിയാണ്. സാരല്ലേ, ഞാൻ അവിടെ കൂട്ടാൻ തരാം കേട്ടോ, ഞാൻ ചോറും കൂട്ടാനും ഇവിടെ ഉണ്ടാക്കി തരാം. സ്നേഹത്തോടു കൂടിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് 1-ാം ഓണത്തിന് വലിയേട്ടൻ്റെ അടുത്ത്, 2-ാം ഓണത്തിന് തറവാട്ടില്, 3-ാം ഓണത്തിന് പെങ്ങളുടെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-ാം ഓണത്തിന് എവിടെ വെച്ചാൽ യാത്ര ചെയ്തുകൊണ്ട് സുഖമായിട്ട് കഴിഞ്ഞൂടെ? സ്നേഹത്തിലാണെന്നുണ്ടെങ്കിൽ മനസ്സൊരിക്കലും വേർപിരിയരുത്. വീട് വേണമെങ്കിൽ വേറെ ആയിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ കലഹിച്ചുകൊണ്ട് മനസ്സ് വേറെ ആയും കൊണ്ട് ജീവിക്കരുത്. സ്നേഹമാണോ വേണ്ടത്? ഈ സ്നേഹം എവിടെ ഉണ്ടാവുള്ളൂ? ഭഗവാനെ സ്നേഹിച്ച ഭക്തന്മാരുടെ കഥ കേൾക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. ഈശ്വരനെ ആരാധിച്ചവരുടെ കഥ കേൾക്കുന്ന സമയത്തേ ഉണ്ടാവുള്ളൂ. ഭക്തന്മാരുടെ കഥയിലൂടെ മാത്രമേ നമുക്ക് നല്ല കാര്യങ്ങളെ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഈ പുരാണങ്ങള്, ഇതിഹാസങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? പറഞ്ഞില്ലേ, പരോപകാരമേ പുണ്യം. കൃഷ്ണന്റെ ഭാര്യമാര് 16,108 ഭാര്യമാർക്ക് 16,108 വീടുകളുണ്ടാക്കി കൊടുത്തിരുന്നു ഭഗവാൻ. അവര് തമ്മിൽ പ്രേമത്തിന് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. കൃഷ്ണന്റെ ഒരു ഭാര്യയും മറ്റൊരു ഭാര്യ തമ്മിലായിട്ട് കലഹം ഉണ്ടായിട്ടില്ല. കാരണം അവർക്ക് കൃഷ്ണപ്രേമം ഉണ്ടായിരുന്നു. കുട്ടികളിൽ ഒരാളും കഴിവില്ലാത്തവരല്ല. നമുക്ക് എത്ര കാലം മുമ്പിലുണ്ട് അറിയില്ല. ഇത്ര കാലം ഇരിക്കൂമിനി എന്നും സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ. എത്ര കാലം ഇനി ജീവിച്ചിരിക്കുമെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇതുവരെയുള്ള കാലം എങ്ങനെ പോയി നോക്കണ്ട, ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കുക. സുഖാവാൻ എന്താ വേണ്ടത്? തനിക്കുള്ളത് തനിക്ക് കിട്ടും എന്ന് വിചാരിച്ചാൽ മാത്രം മതി. എനിക്കുള്ളത് എൻ്റെ കയ്യിൽ കിട്ടും. അർഹതയുള്ളത് എനിക്കുള്ളത് വേറെ ആരും കൊണ്ടുപോകില്ല. അല്ലേ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് രാമായണത്തിൽ വായിച്ചിട്ടില്ലേ? വാൽമീകി പറഞ്ഞു തരുന്നത് സ്വന്തം ജീവിതകഥ. വാൽമീകിയുടെ ഭാര്യയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. വാൽമീകി രത്നാകരനല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയെ പറഞ്ഞു. നോക്കൂ, ആ കാട്ടാള സ്ത്രീക്ക് വല്ല വിദ്യാഭ്യാസം ഉണ്ടോ? എവിടെയെങ്കിലും പോയിട്ട് അവള് വേദമോ സംസ്കൃതമോ പുരാണങ്ങളോ വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഒന്നും പഠിക്കാത്ത ആ കാട്ടാള സ്ത്രീക്ക് അറിയാം എന്ത്? അവനവൻ ചെയ്തത് അവനവൻ തന്നെ അനുഭവിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെന്തിനാ സങ്കടപ്പെടുന്നത്? എനിക്ക് കിട്ടിയത് എന്താ? ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് എനിക്ക് കിട്ടിയത്. ഈ ചിന്തയുണ്ടായാൽ പിന്നെ നമ്മൾ തെറ്റ് ചെയ്യില്ല, തെറ്റായ കാര്യങ്ങൾ ചിന്തിക്കില്ല. നമ്മൾ രണ്ടുപേര് നമ്മൾ കാണുമ്പോൾ മൂന്നാമതൊരാളുടെ കുറ്റം പറയുക, ഇന്നെന്തേ രാമായണത്തിന് അവള് വായിക്കുമോ, അവൾക്കൊന്ന് വീട്ടിലാരൊക്കെയോ വരുന്നുണ്ട് അത്രേ, അതുകൊണ്ട് ഇപ്പൊ രാമായണവും വേണ്ട എന്ന് വിചാരിച്ച അവരെ കുറ്റം പറയും. വരാത്തവരെ കുറിച്ച് കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ, വന്നവരെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ പോരെ. ഭാഗവത്തിൽ ഒരധ്യായം തുടങ്ങുന്നത് തന്നെ ഏകാദശ സ്കന്ധത്തില് 28-ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ അന്യന്മാരുടെ കുറ്റം പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടാ. പരസ്വഭാവ കർമാണി ന പ്രശംസയതി ഗർഹയേത്. അന്യന്റെ സ്വഭാവത്തെ കുറിച്ച് കുറ്റവും പറയണ്ട, നല്ലതും പറഞ്ഞോളണമെന്നില്ല.
ഇനി പറയണമെന്നുണ്ടെങ്കിൽ നല്ലത് വല്ലതുണ്ടെങ്കിൽ പറഞ്ഞോളൂ. കുറ്റം ഒരിക്കലും പറയരുത്. ഇനി കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ അവനവൻ്റെ കുറ്റം പറഞ്ഞോളാൻ പറഞ്ഞു അല്ലേ. ഇപ്പം ഞാൻ കുറ്റം പറയുകയാണ്. ആരെ കുറ്റം? എൻ്റെ കുറ്റം പറയാം. എനിക്ക് രാവിലെ നേരത്തെ എണീക്കാൻ മടിയാണ്, നിവൃത്തിയില്ലാത്തതുകൊണ്ട് എണീറ്റ് വരികയാണ് അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനവൻ്റെ കുറ്റങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ പറഞ്ഞോളൂ, കുഴപ്പമില്ല. അയാളിപ്പോൾ ആരെ കുറ്റം പറയില്ല, സ്വന്തം കുറ്റങ്ങളാണ് പറയണത്. സ്വന്തം കുറ്റങ്ങൾ പറഞ്ഞോട്ടെ, മൈക്ക് വേണം, തരവേണം. കണക്ക് 12 മണി കഴിഞ്ഞാൽ അങ്ങനെ ഒരു അരമണിക്കൂർ എന്തിനാ അവനവൻ്റെ കുറ്റം പറയാം. ബാക്കിയുള്ളവരൊക്കെ അറിയട്ടെ. പറയണം അവനവൻ്റെ കുറ്റങ്ങൾ, പറയണം, അറിയണം, എന്നിട്ട് മാറ്റണം. രണ്ടും വേണം. അറിയണം, പറയണം, മാറ്റണം അല്ലേ. നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള അറിവില്ലായ്മ ആരോട് ചെന്നാൽ ചോദിക്കുക? അധ്യാപകരോട്, ഗുരുനാഥന്മാരോടൊക്കെ ചെന്നല്ലേ ചോദിക്കുക അറിവില്ലായ്മകൾ. അത് ചോദിക്കുമ്പോൾ അവരോട് പറഞ്ഞാലല്ലേ അവർക്ക് മറുപടി പറഞ്ഞു തരുള്ളൂ. അത് ആ പറഞ്ഞ ഭാഗം എനിക്ക് ഒന്ന് മനസ്സിലായില്ല, ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ട്, ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ ചോദിച്ചാലല്ലേ പറയുക. അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം അറിവുള്ളവരോട് ചോദിക്കണം. അറിവുള്ള ആളെ എങ്ങനെ കണ്ടെത്തും? അത് സത്സംഗങ്ങളിൽ, ഒരുപാട് സത്സംഗങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ചിട്ട് പല സജ്ജനങ്ങളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതെങ്കിലും ഒരാളെ നമുക്ക് ഗുരുവായിട്ട് സ്വീകരിക്കാൻ തോന്നും. എൻ്റെ ഉള്ളിലെ സംശയം തീർക്കാനുള്ള അറിവും മനസ്സും ഉള്ള ഒരാളെ കണ്ടെത്തി ആ ആളെ ഗുരുനാഥനായിട്ട് സ്വീകരിക്കണം. എന്നിട്ട് ചോദ്യോത്തരങ്ങളിലൂടെ വേണം ഉള്ളിലെ സംശയങ്ങൾ തീർക്കാൻ. ചോദിക്കാണ്ട് പറയാൻ പറ്റൂ. ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന അധ്യാപകന് അദ്ദേഹത്തിന് ക്ലാസ് എടുത്താലും ഇല്ലെങ്കിലും മാസാവസാനം ശമ്പളം കിട്ടും. 10 കുട്ടികൾ ജയിച്ചാലും, ഒരു കുട്ടി ജയിച്ചാലും, 50 കുട്ടികൾ ജയിച്ചാലും മാർക്ക് ശമ്പളം ഒരുപോലെയാണ് അല്ലേ. കുട്ടികൾ ജയിക്കുന്നതനുസരിച്ചാണ് മാർക്ക് ശമ്പളം. അതേ മാഷിൻ്റെ ക്ലാസ്സിൽ പകുതി കുട്ടികളെ ജയിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് പകുതി ശമ്പളം കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് മാർക്ക് കുട്ടികൾ പഠിച്ചോളണം എന്നൊന്നുമില്ല. ആർക്കാണ് ആവശ്യം? കുട്ടികൾക്കാണ് പഠിക്കണോ വേണ്ടോ എന്നുള്ളത് ആവശ്യം. അപ്പോൾ കുട്ടികൾ, നമ്മളൊക്കെ കുട്ടികളാണ്. അറിവുള്ളവരുടെ അടുത്ത് ചെന്നിട്ട് എങ്ങനെയുള്ള ആളാവണം? നമുക്ക് അറിയേണ്ട വിഷയത്തെക്കുറിച്ച് അറിവും പറഞ്ഞു തരാനുള്ള മനസ്സും വേണം ചോദിക്കാനായിട്ട്. ആചാര്യോ അരണിരാജസ്യ അന്തേവാസി ഉത്തരാരണി തൽ സന്ധാനം പ്രവചനം. ചോദ്യോത്തരങ്ങളിലൂടെയാണ്, സംവാദങ്ങളിലൂടെയാണ് നമ്മുടെ പുരാണങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അധ്യാത്മരാമായണം തന്നെ ഉമാമഹേശ്വര സംവാദമാണ്. പാർവീടമായിട്ട് അധ്യാത്മരാമായണം. ഇവിടെ ഹനുമാൻ സ്വാമി കേൾക്കുന്ന സീതാസംവാദമാണ് ഹനുമാൻ കേൾക്കുന്നത്. സീതാദേവി പറയുന്ന വാക്കുകളാണ് കേൾക്കുന്നത്. ഒരു പുൽക്കൊടി എടുത്തിട്ട് അതിൻ്റെ പ്രതി കടന്നാൽ നീ ദഹിച്ചു പോവും എന്ന് ആ രാവണന് കിട്ടിയ ശാപത്തെ, അനുവാദമില്ലാണ്ട് സ്ത്രീയെ തൊട്ട തല പൊട്ടിത്തെറിക്കും എന്നുള്ള ശാപം കിട്ടിയിട്ടുണ്ട്. മേനകയുടെ ശാപം കിട്ടിയിട്ടുണ്ട്. ഭാഗവത്തിലും ഇതുപോലൊരു കഥാപാത്രത്തെ കാണാം, നരകാസുരൻ. 10,100 പെൺകുട്ടികളെ കൊണ്ടുവന്ന് തടവറയിലാക്കി കഴിക്കാൻ വേണ്ടി ഒരാൾ തൊട്ട തല പൊട്ടി തെറിക്കും, സമ്മതം ഇല്ലാണ്ട് തൊട്ടാല്. അനുവാദമില്ലാണ്ട് സ്ത്രീയെ തൊട്ടാൽ സ്ത്രീകൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവൻ ജീവിക്കാതല്ല. അനുവാദമില്ലാണ്ട് എന്ത് പറയുന്നുണ്ട്? അനുവാദം സ്ത്രീയെ തൊട്ടാൽ തല പൊട്ടിത്തിരിക്കുക. ആ ശാപം മഹാഭാരതത്തില് ഭാഗവത്തില് നരകാസുരനും രാമായണത്തില് രാവണനും കിട്ടിയിട്ടുണ്ട് ശാപം. സീതയെ പിടിച്ച് ഉപദ്രവിക്കില്ലേ? ഉണ്ടായിട്ടില്ലല്ലോ. രാവണ പേടിച്ച് പിന്മാറുക. പറയുക, നിനക്ക് എന്ത് ധൈര്യം ചോദിക്കുക. 10 തലയുണ്ട് ഇവരുടെ കയ്യിൽ, ഒരു തലയ്ക്കകത്ത് പോലും വിവരമില്ലല്ലോ, ധൈര്യമില്ലല്ലോ എന്ന് ചോദിക്കുക സീതാദേവി. രാവണൻ ലോകത്തിന്റെ മുഴുവൻ രക്ഷ ഞാനാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന, ഞാനാണ് ലോകത്തിന്റെ നാഥൻ എന്ന് വിചാരിക്കുന്ന എന്നോട് പോയിട്ട് പറയുക 10 തലയുണ്ടായിട്ട് ഒരു തലയിൽ പോലും ധൈര്യമില്ലാത്തവനല്ലേ നീ ചോദിക്കുക. എന്റെ ഭർത്താവ് രാമൻ അടുത്തുള്ള സമയത്ത് അടുത്തേക്ക് വരാൻ പോലും പേടിയുള്ള നീ എന്റെ ഭർത്താവിനെയും അനിയനെയും അവിടുന്ന് മാറ്റിയിട്ട് സന്യാസി വേഷത്തിലല്ലേ എന്നെ കട്ടുകൊണ്ടുവന്നല്ലേ ചോദിക്കുക. നേരായ വേഷത്തിൽ വരാൻ ധൈര്യം ഉണ്ടായോ? നോക്കൂ, രാവണൻ വല്ലതും പറയാനുണ്ടോ? രാവണനായിട്ടുള്ള ഞാൻ നിന്നെ തട്ടിക്കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകണ്ടോ രാവണനെ ചോദിക്കുക.
സന്യാസി വേഷം ധരിച്ചുകൊണ്ട്. കാരണം എന്താ? ഈശ്വരന്റെ പേര് പറഞ്ഞുകൊണ്ട് ഭക്തന്മാരുടെ പേരിൽ വന്നുകൊണ്ട് കപടനാട്യമല്ലേ നടിച്ചത് ചോദിക്കുക. ഈശ്വരചിന്ത ഇല്ലാണ്ട് ഈശ്വരാരാധനാ കേന്ദ്രങ്ങളിൽ കയറിപ്പറ്റി അവിടെയുള്ള സമ്പത്തിനെ അപഹരിക്കുക അല്ലേ? ഇന്ന് ധാരാളം കാണാം. ഈശ്വരചിന്ത ഇല്ലാത്ത കുറെ ആൾക്കാര് അമ്പലഭരണങ്ങളിലൊക്കെ കയറിക്കൂടി അവിടുന്ന് പരമാവധി കാശ് കൈക്കലാക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് ഭക്തി കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണോ? ഇത് സീതാദേവി അന്ന് പറഞ്ഞതാണ് കേട്ടോ, ഞാൻ പറഞ്ഞതല്ല. നീ എന്നോട് ദേഷ്യപ്പെടേണ്ട ആരും. സീതാദേവി പറഞ്ഞതാണ്. ഈശ്വരചിന്തയുള്ള ആളാണോ രാവണൻ? അല്ല. എന്നിട്ട് ഈശ്വരചിന്തയുള്ള ആളുടെ വേഷത്തിൽ വന്നു അല്ലെ? സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാവത്തില് ഈശ്വരചിന്തയുള്ള ആള് സന്യാസിയുടെ വേഷത്തിൽ വന്നു. എന്തിന്? രാമന് നമസ്കരിച്ച് ഭക്തനാണോ? അല്ല, രാമന്റെ ശ്രീ. ശ്രീ എന്ന് പറഞ്ഞാൽ ഭാര്യ, സമ്പത്ത്. ആ സമ്പത്തിനെ ധർമ്മവും ചെയ്യില്ല. അവർക്കെന്താ? ഭക്തിയില്ല. അമ്പല സമ്പത്തിനെങ്കിലൊക്കെ സത്സംഗങ്ങളൊന്നും നടത്താൻ സമ്മതിക്കില്ല വെച്ചാൽ ഉറപ്പിച്ചോളൂ, അവര് അവിടുത്തെ കാശ്. സീതാദേവി പറഞ്ഞു ചോദിച്ചു രാമായണം പറയണം. സീതാദേവി രാവണൻ പറഞ്ഞു അതിനു വേണ്ടിയിട്ടാണ് ആ ശ്ലോകം കൂടി പറഞ്ഞു വന്നത്. വെറുതെ അറിവുള്ള പറഞ്ഞു. സീതാദേവി പറഞ്ഞു രാമൻ ഭക്തിനെ ഈശ്വരഭക്തന്റെ വേഷത്തിൽ വന്ന് രാമൻ സമ്പത്തായിട്ടുള്ള എന്നെ കണ്ടുപോരല്ലേ നോക്കൂ. ജനകയുടെ വന്ന് ഇരുവരും കാണാതെ ആരും കാണാണ്ട് കട്ടുകൊണ്ട് നേടാനുള്ള ധൈര്യമില്ല അല്ലേ? കട്ടുകൊണ്ട് പോവല്ലേ? ശക്തിയില്ലല്ലോ, ദശവത സുദൃഢമനുചിതമിതു നിനക്ക് തൽഫലം നീതാൻ അനുഭവിക്കും ദൃഢം. അങ്ങനെ ലവണ ജലനിധിയെ രഘുകുല തിലകാന ആ ശ്രീരാമൻ വലിയൊരു കടല പറഞ്ഞിട്ട് കാര്യമില്ല. കഥ കഴിച്ച് എന്നെ കൊണ്ടുപോകും ഞങ്ങൾ കേൾക്കുമ്പോഴാണ് ഹനുമാൻ സ്വാമിക്ക് സീതാദേവിയുടെ ഭക്തിഭാവം തീവ്രത ശ്രീരാമദേവന്റെ സമ്പത്താണ്, അല്ലാണ്ട് കട്ടുകൊണ്ടുപോകാൻ വന്ന നിനക്ക് ഉപയോഗിക്കാനുള്ള സമ്പത്തല്ല എന്ന് പറയുക. അതുകൊണ്ട് നീ ഇപ്പോ തന്നെ എന്നെ ശ്രീരാമേന്ദ്രൻ തിരിച്ചു കൊടുത്ത് ശ്രീരാമൻ നമസ്കരിച്ചാൽ നിനക്ക് ശ്രേയസ് എന്ന് പറയാ. തിരിച്ചവിടെ തന്നെ വെച്ച് നേരെ അതുകൊണ്ട് എന്നെ പറഞ്ഞത് രാവണൻ ചെയ്ത 2 മാസം അതിനുള്ളിൽ മാറ്റണം.
രാവണ സീതാദേവി രാമനെയൊന്നും ഞങ്ങൾ പോയില്ലേ, ഞാൻ രാമന്റെ പേരും പറഞ്ഞ് നീ ഇവിടെ ഇരിക്കില്ലല്ലോ എന്നൊക്കെ രാവണൻ അത് പറഞ്ഞു. നല്ല ചീത്തത്തോടുകൂടി ഒരുപാട് കാര്യങ്ങൾ രാവണനോട് പറഞ്ഞു എന്നെങ്കിലും രാവണൻ പോയതിനു ശേഷം മനസ്സി പശവതായോടുറങ്ങിനാൻ ഏവരും മാനസേ ദുഃഖം കലർന്നു വൈദേഹിയും. മറ്റുള്ളവരൊക്കെ രാഷ്ട്രീയമാരൊക്കെ അവിടെ കിടന്നുറങ്ങി, സീതാദേവി അറിയുക. അപ്പോഴാണ് അവിടെ ഉഷസി നിശിചരികൾ ആ രാഷ്ട്രീയമാരൊക്കെ അവിടെ പതുക്കെ അങ്ങനെ ഉറക്കത്തിലായി. ഏതാണ്ട് പ്രഭാതം വരികയായി. ആ സമയത്ത് സീതാദേവിക്ക് വല്ലാണ്ട് വിഷമം. ഞാനിവിടെ കിടന്ന് മരിക്കുകയാണോ ഉണ്ടാവുക? എന്റെ ഭർത്താവിന് അറിയാൻ പറ്റുമോ ഞാനിവിടെയുള്ളത് എന്ന്? ഞാനിവിടെയുള്ളത് അറിഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുമ്പോ പെട്ടെന്ന് ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? ചെറുതായിട്ട് രാമകഥ പറയാൻ തുടങ്ങിയത്രേ. പറഞ്ഞിത്രേ ജഗന്മാരായ അവിടെ രഘുകുലത്തില് സൂര്യകുല രാജാവുണ്ടായി. സൗമ്യ ശത്രുഘ്നൻ 4 പേരുണ്ടായി. തന്റെ വാക്ക് സത്യമാക്കാൻ കാട്ടിലേക്ക് പുറപ്പെടുകയുണ്ടായി. അവിടെ ജനകദൂതയും അനുജനുമായിട്ട് വന്നു. ജാനകിയെ തത്ര ദശാനൻ കപടയതികമായി കട്ടുകൊണ്ടിരിക്കുകയാണ്. കവീന്ദ്രനുമായി കണ്ടു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അനുഗ്രഹം കൊണ്ട് ശിംശഭാവൃക്ഷം മൂലവും സീതാദേവിയെ കണ്ട് ഞാൻ കൃതാർത്ഥനായി എന്ന് പറയുക. ഇതങ്ങോട്ട് കേട്ടപ്പോഴേക്കും ആരായി പറയണത്? ദേവിയെ കണ്ടത് മമ ഭാഗ്യമഹോ ഭാഗ്യമോസ്തുതേ, ഭാഗ്യമാണ് ദേവിയെ പിന്നെ ആരായി പറയണത്? കാറ്റോട് പറയുക എന്റെ മനസ്സിൽ തോന്നുകയാണോ എന്നൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്തു? ആ ഹനുമാൻ മകളിനെ വീണു നഷ്ടപ്പെട്ട് പറഞ്ഞു. അപ്പൊ ചോദിക്കുക ചോദിച്ചപ്പോ ശങ്കിക്ക വേണ്ട അമ്മേ, ഒട്ടും ശങ്കിക്കേണ്ട സജീവനാഹമിഹ രാമസ്യ ഞാൻ വ്യാസനാണ്, സുഗ്രീവഭൃത്യനാണ്, ജഗൽ പ്രാണനന്ദൻ വായുപുത്രനാണ് എന്ന് പറഞ്ഞു.
കൊടുക്കുക. ഈ വാക്ക് കേട്ടപ്പോ നീ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അത്ഭുതനാണ്. എന്റെ കയ്യിൽ കാണിച്ചു കൊടുത്തു, മോതിരം അവിടെ വെച്ച് കൊടുത്തു. അത്രേ പ്രത്യേകം നിയോഗിച്ച ഒന്നുകൂടി വിസ്തരിച്ച് ആദ്യം മരത്തിന്റെ മുകളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു. പിന്നെ സീതാദേവിയുടെ മുമ്പിൽ വന്ന സീതയ്ക്ക് വിശ്വാസം വരാൻ വേണ്ടി ആ മുദ്രമോതിരം വിശദമായിട്ട് പറഞ്ഞു. അരണ്യകണ്ഡത്തിലെ മുതൽ കൃഷിതാകണ്ഡവും സുന്ദര ഇതുവരെയുള്ള ഭാഗങ്ങൾ ചുരുക്കി അങ്ങോട്ട് പറഞ്ഞു, ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. 4 ദിക്ക് നിയോഗിക്കുകയുണ്ടായി. അവിടെ അത് കയ്യിൽ നൽകി സീതാദേവിക്ക് വളരെ സന്തോഷമായി. പ്ലവകരുടെ മഹാമതി ഭഗവാൻ എന്റെ ഭർത്താവിനും എനിക്കും കാര്യമാണ്. ചികമതിൽ മരുമല നൽകിയിടിനാൻ. ആ പവനന്റെ വാക്ക് കേട്ട് ചൂടാമണി എടുത്തിട്ട് സൂര്യ ചൂടാമണി എടുത്തിട്ട് ഹനുമാൻ പറയാ, അമ്മയെ ഒട്ടും പരിഭ്രമിക്കേണ്ടെന്ന് പറയാ. രാമൻ ഇവിടെ വരും, സമുദ്രം കടന്ന് വേണമെങ്കിൽ ഞാൻ എന്റെ സൈന്യത്തെയും ലക്ഷ്മണ ഇവിടെ എത്തിക്കും. എനിക്ക് പോകണം. അതാണ് രാമന് ആ അഭിമാനം. ഒട്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞ സീതാദേവിയെ അവിടെ ഞാൻ വന്ന കാര്യം തിരിച്ചു പോവുക. കാരണം രാമന്റെ ശക്തി നൽകണം. ആ ഉദ്യാന തല്ലി തകർക്കുക. അവിടെ സീതാദേവി ഒഴിയുള്ളതിനെ മുഴുവൻ തകർത്തു എന്ന് പറയുക. ബാക്കിയൊക്കെ തകർത്തു, വേറെ ഒന്നും അവിടെ ബാക്കി വെച്ചില്ല. രജനിചരപുരി ജഡിതി മറിച്ചു രാമദൂതൻ മഹാവീര്യ പരാക്രമൻ. ഈ രാത്രി കിടന്നുറങ്ങിയ അസുരന്മാരൊക്കെ രാവിലെ എഴുതി നോക്കുമ്പോഴേക്കും വീഴ്മേലും പറഞ്ഞിട്ടുണ്ട്. എന്താ പറ്റിയത്? ആരാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ഭയമോടത് പൊഴുതു നിശിചരികളും കണ്ടു. ഇവിടെ എല്ലാം നശിപ്പിച്ചു നിൽക്കുന്ന വിമാനെ കണ്ടപ്പോ എന്തു വന്നു, എന്താ ഇവിടെ വരാൻ കാരണം എന്ന് ചോദിക്കുക. നിശ്ചിത കാണാമെന്ന് ചൊല്ലിയോ ചൊല്ലുവാനോ പറയോ എന്ന് രാമോ. അതെ, ലങ്കേശനോട് പോയിട്ട് വന്നു, നിങ്ങൾ ഓടിപ്പോയി രാവണനോട് പറയുകയാണ് ഈ ലങ്കയിൽ ഇറങ്ങണ സാധിക്കുക. എന്ന് കുറഞ്ഞാൽ വന്നു ചെല്ലോ. രാവണൻ 2ാമത് അക്ഷകുമാരനെ പറഞ്ഞേക്കുകയുണ്ടായി എന്ന് പറയുക. ആ അക്ഷകുമാരന്റെ നേതൃത്വത്തിലാണ് ഗംഭീരമായിട്ടുള്ള
അസ്ത്രമായിട്ട് ഓരോ പരാക്രമം കാണിക്കുമെന്നുണ്ടെങ്കിൽ ഇത് സൂചന മാത്രമാണ്, ഒരു സൂചന കൊടുക്കാമെന്ന് വിചാരിച്ച് ഹനുമാന മരങ്ങളൊക്കെ ഇട്ടുകൊണ്ട് അസുരന്മാരെ രാക്ഷസന്മാർ മുഴുവൻ ഇല്ലാണ്ടാക്കിയത്. അവിടെ ഹരിവരനെ നിമിഷമിഹ കൊണ്ടുവരുവെന്ന് അക്ഷയകുമാരനും നിർഗമിച്ചിടിന. ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞ അക്ഷകുമാരൻ വന്നുവെന്നും കവിവരനും അത് പൊഴുതു തോരണമേറിനാൽ കാണായത് അക്ഷയകുമാരനെ സന്നിധൗ. അക്ഷകുമാരനെ കണ്ടു എന്ന് മാത്രമല്ല, ക്ഷണനേരം കൊണ്ട് അക്ഷകുമാരെ നല്ല സുന്ദരനാണ് ഹനുമാന്റെ അടികൊണ്ട് അക്ഷകുമാരൻ വധിച്ചു മരണപ്പെട്ടു. ഈ വിവരം പറഞ്ഞ് രാവണൻ ആകെ ദുഃഖാർത്ഥനായി ദുഃഖാർത്ഥനായി അക്ഷകുമാരൻ രാവണൻ അടുത്തയാളെ മേഘനാഥൻ ഇന്ദ്രനെ ജയിച്ചാൻ പ്രേതാലയം കിട്ടിയില്ലേ. നിന്റെ അനിയൻ പ്രേതാലയത്തിലേക്ക് പോയി മരിച്ചു എന്ന് കേട്ടില്ലേ. ഒരു കൊരങ്ങൻ വന്നിട്ട് നിന്റെ അനിയനെ കൊന്നു, നീ പോയി അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. നേരെ ഇന്ദ്രജിത്ത് പോവുകയാണ്. ഇന്ദ്രജിത്തിനെ കണ്ടിട്ടും ഹനുമാൻ രാമന്മാർക്ക് രാമ 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 ജപിച്ചുകൊണ്ട് ഇന്ദ്രജിത്തിന്റെ ഓരോരോ അസ്ത്രങ്ങളെയും പിടിച്ച് അങ്ങനെ ചുരുട്ടി മടക്കി വലിച്ചെറിയും. ഇടയ്ക്ക് നഖം തന്നെ അവിടെ തകർന്നു വീണു. ആ ബ്രഹ്മാസ്ത്രത്തെ എടുത്ത് നേരെ ഹനുമാന്റെ നേരെ അയക്കുമ്പോ ബ്രഹ്മദേവനാണ് വരുന്നത് അസ്ത്രവുമായിട്ട്. ഹനുമാൻ വേഗം തൊഴുതു നിൽക്കുക. ബ്രഹ്മാവിനെ കണ്ടപ്പോ ആ ബ്രഹ്മാസ്ത്രം ഹനുമാനെ കെട്ടി ഈ ബന്ധനസ്ഥനായി എന്നുണ്ടെങ്കിലും ഹനുമാന്റെ അടുത്തേക്ക് വരാൻ നിനക്ക് കെട്ടിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പതുക്കെ പതുക്കെ നടത്തി ഞാൻ ഹനുമാനെ ബന്ധിച്ചു, ഞാൻ കുറെ ബന്ധിച്ചു എന്ന് പറഞ്ഞ അഹങ്കാരത്തോടു കൂടി മുമ്പിൽ നടക്കുന്നത്. മുമ്പിൽ വെച്ചു കൈ വണങ്ങിയിടാൻ തന്റെ വലിയൊരു ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ ശരീരത്തിൽ രാമനിരൂവടി നാമാദിക്കുന്ന ജനങ്ങൾക്ക് എപ്പോഴും അമലഹൃതി മധുമധന ഭക്തി ക്ഷണനേരം ആരും കെട്ടാൻ കെട്ടുവെന്ന് തോന്നുള്ളൂ. ആ മുഖം കൂടെ ഉയർത്തിയിട്ട് രാവണൻ കൂടെ നോക്കലും കയ്യൊന്ന് വളർത്തിയതേ ഉള്ളൂ. മുഴുവൻ അങ്ങോട്ട് വിട്ടു എന്ന് പറയുക. സ്വതന്ത്രമായി മാറി. അവിടെയാണ് ജനം സദാ എന്ന് പറഞ്ഞത്. എല്ലാവരും രാമനാമങ്ങളെ ജപിക്കൂ. ഒരു ബന്ധവും സാധിക്കില്ല. ബന്ധങ്ങൾ ദുഃഖങ്ങളായിട്ടും ദുഃഖവുമായിട്ട് ബന്ധപ്പെടരുത്, സുഖങ്ങളുമായിട്ടാണ് ബന്ധം. ജനങ്ങളുമായിട്ട് ബന്ധപ്പെടരുത്, ഈശ്വരചിന്ത ഇല്ലാത്തവരുമായിട്ട് ബന്ധപ്പെടരുത്, അത് ദുഃഖത്തിന് കാരണമാവും. ഈശ്വരചിന്തയുള്ളവരുമായിട്ട്
വേണം അടുക്കാനായിട്ട്. അത് എത്ര ബന്ധങ്ങളിൽ പെട്ടാലും എത്ര ദുഃഖത്തിൽ പെട്ടാലും ഈശ്വരൻ നമുക്ക് ബന്ധമെങ്കിൽ രാമനാമം ജപിക്കുന്ന അവിടുന്ന് രാവണൻ ഇത് ആക്രമണം നടത്തുന്നതോടൊപ്പം ഇങ്ങനെയാണാവുന്നത്. ഇത് സാധാരണ പറഞ്ഞല്ലോ. ഹനുമാൻ പറഞ്ഞു സാധാരണ കുരങ്ങനല്ല ഞാൻ. ആരാ? രാമദൂതൻ, ശ്രീരാമന്റെ ദൂതനാണ് ഞാൻ. നീ എന്തിനാ വന്നത്? രാവണ നിനക്ക് അന്ത്യശാസനം ഉണ്ടായിട്ടില്ലല്ലോ. എന്ന് പറയാൻ മന്ദുമായിട്ട് എന്താ സീതാദേവിയെ നീ രാവണൻ കൊണ്ടുപോയി സീതാദേവി ആ കാൽക്കൽ ക്ഷമ ചോദിച്ചാൽ നിനക്ക് ആയിട്ട് കഴിയാം. ഇപ്പോ ഒരു ഒരു നിന്റെ തല്ലി ഒരു കുരങ്ങനെ ഇത്ര എടുത്തോളൂ പിടിച്ചൊല്ലാം ശരി. ദൂരെ ഒരു അടയാളം വാലാണല്ലോ. അതുകൊണ്ട് വാലിന് തീ കൊളുത്തി തുടിയിട്ട് തീ കൊളുത്താം. ആ വാലുമായിട്ട് അവൻ പോട്ടെ. ഇനി ഹനുമാന്റെ ആ വാല് ആ വാലുകൊണ്ട് ഹനുമാൻ ലങ്ക മുഴുവൻ ചുട്ടു കത്തിക്കണം. ഈ സുന്ദരകാണ്ഡത്തിലെ ഭാഗം ഒന്നും പറയുന്നില്ല. ആ അമ്മ അവരിൽ ശക്തിയുമായിട്ടുള്ള ഒരു കടാമ്പുഴ അമ്മ പോലെ പറഞ്ഞു. മുഴുവൻ സത്യമായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞതിന് മുഴുവൻ പ്രമാണങ്ങൾ വെച്ചിട്ടേ പറഞ്ഞിട്ടുള്ളൂ. എന്റേതായിട്ട് വാക്കൊന്നുമില്ല. അമ്മ ക്ഷമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാമായണത്തിന് മഹത്വമില്ല. ഹനുമാൻ സ്വാമി കെട്ട കഥകളെ ഇത് പറഞ്ഞു. എന്തെങ്കിലും പിഴകളുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമി തിരുത്തരട്ടെ, സജ്ജനങ്ങൾ തിരുത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സജ്ജനങ്ങളുടെ ഭഗവത് കഥകൾ പറയാൻ ആ ഒരു ഭാഗ്യം മേളക്കൽ സമർപ്പിക്കുകയാണ്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ സമർപ്പയാമി. കടാമ്പുഴയിൽ മേവും ശിവേ നാരായണ